സകല മക്കളും കർത്താവെ ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുവാൻ, ആ ജീവൻ പ്രാപിക്കുവാൻ, സത്യവചനത്താൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ആത്മാവിനാൽ നിറയപ്പെട്ട് കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ പേരപ്പെട്ട മക്കളായി കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ പാസ്റ്ററിനോട് അങ്ങ് ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന അപ്പോൾ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണം. അപ്പോൾ 2 മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അവരുടെ വിദ്യാഭ്യാസത്തിലെല്ലാം കർത്താവ് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകണം. അപ്പച്ച കർത്താവിന് വേണ്ടി ഇനിയും പ്രയോജനപ്പെടുവാൻ മക്കളെ അവിടുന്ന് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കുടുംബമായി അവിടുന്ന് അനുഗ്രഹിച്ച് കർത്താവെ അങ്ങ് മാനിച്ച് ഈ ദേശത്തിന് കർത്താവ് അത്ഭുത സാക്ഷിയായി ദൈവം നിർത്തുന്ന കൃപകൾക്കായി സ്തോത്രപ്പ. ഈ ചർച്ചിൽ കടന്നു വന്ന സകല കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന അപ്പോൾ വചനവുമായി നിൽക്കുന്ന ദാസനദാസ്യപ്പൻ്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ വചനത്തിൻ്റെ ആഴമായ കർത്താവെ വെളിപ്പാടുകൾ കർത്താവ് എൻ്റെ നാവിൽ കൂടി ദൈവം സംസാരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന അപ്പോൾ കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ എല്ലാവരുടെ ജീവിതങ്ങളിലും കർത്താവെ ഹൃദയത്തിനകത്ത് ആഴമായി വെളിപ്പെടുവാൻ കർത്താവെ ഹല്ലേലൂയപ്പ അവിടുത്തെ ജീവനായി വെളിപ്പെടുന്ന സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന അപ്പോൾ സ്തോത്രം ചെയ്ത് കർത്താവ് വചനം ഈ ദേശത്തിറങ്ങി കർത്താവ് ചലിക്കണമേ പ്രാർത്ഥിക്കുന്ന അപ്പോൾ ഓരോ മക്കളെയും കർത്താവ് വചനത്താൽ അവിടുന്ന് തൊടണമേ പ്രാർത്ഥിക്കുന്ന അപ്പോൾ എല്ലാവരും രൂപാന്തരം പ്രാപിക്കുവാൻ കർത്താവ് ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതെ ഈ ശുശ്രൂഷ ഈ ദേശത്തിന് കടന്നു വന്ന ജനങ്ങൾക്കെല്ലാം വലിയൊരു അനുഗ്രഹമായി വിടുതലായി മാറപ്പെടും സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. അപ്പോൾ എഴുതാസെ ബലപ്പെടുത്തണം. അപ്പോൾ ദാസനെ ബലപ്പെടുത്തണം കർത്താവെ. അപ്പോൾ ഹല്ലേലൂയ കർത്താവെ സഹോദരനായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ കൃപയിൽ മറഞ്ഞിരിക്കട്ടെ. അപ്പോൾ അവരുടെ ശുശ്രൂഷകൾ പ്രവർത്തനങ്ങളെല്ലാം വലിയൊരു അനുഗ്രഹമായി ദൈവം മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പോൾ ആരാധനയുടെ ആരംഭം അവസാനം വരെയും ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം കൃപയും പകർന്ന് അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം പ്രാർത്ഥന യാചനയും ഗണനായ സ്തോത്രം യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ വേളയിൽ വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്ന് ഈ ദേശത്ത് ഞങ്ങൾക്ക് 3 ദിവസത്തെ കൺവെൻഷൻ യോഗമായി കൂടി വരുവാൻ കർത്താവ് ചെയ്ത നല്ല കൃപയ്ക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും വേറൊരു ദേശത്തായിരുന്നു ഇങ്ങനെ കർത്താവിൻ്റെ വചനം വിളിച്ചു പറയുവാൻ കർത്താവ് നമ്മളാക്കിയത്. ഇന്ന് ഈ ദേശത്ത്, ഈ കണ്ണറുള്ള ദേശത്ത് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നു. നമ്മൾ ജനിക്കുന്നതിന് മുന്നമേ കർത്താവ് ഈ ദേശത്തെ കണ്ടിരുന്നതോർത്ത് ഞങ്ങൾ ഒന്നാമത് കർത്താവിന് നന്ദി പറയുകയാണ്. ഇന്ന് അല്പനേരെ ചിന്തയ്ക്കെടുത്ത വേദഭാഗം മത്തായി അതിൻ്റെ 4-ാം അധ്യായം 17-ാം വാക്യം. മത്തായി അതിൻ്റെ 4-ാം അധ്യായം 17-ാം വാക്യം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അവിടെ നമ്മൾ വചനം വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. ഞങ്ങൾ ഈ ദേശത്ത് വചന ശുശ്രൂഷയായിട്ട് നിൽക്കുവാൻ കാരണം ഒരു വ്യക്തി പോലും നരകത്തിൽ വീണു പോകാതെ വണ്ണം ക്രിസ്തുവിൻ്റെ രാജ്യത്തിലോട്ട് കടന്നു പോകണമെന്നൊരു ആ ഒരു ഇഷ്ടത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ വേളയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഈ ദേശത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് വചനത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മാനസാന്തരപ്പെടണം. നമ്മുടെ പേര് ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ സകലമാന പാപങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇതുവരെ ജീവിതത്തിൽ വന്നുപോയ സകലവിധമാകുന്ന തെറ്റുകൾ, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ച സകലമാന പാപത്തിന്റെ കറകളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ പാപം വന്നുപോയി, അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് ഒരു വ്യക്തി ഏത് സെക്കൻഡ് കർത്താവിന്റെ സന്നിധിയിൽ വീഴുമോ അവന്റെ മേൽ കർത്താവ് രക്തത്തെ ചൊരിഞ്ഞ് അവനെ ശുദ്ധീകരിക്കുവാൻ കർത്താവ് സർവശക്തനാണ്. ഇന്ന് രാത്രികാലവും ആ കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരിക്കുവാനും, പേര് കർത്താവ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നേന്ന് പേര്, നിങ്ങളുടെ പേര് എഴുതുവാനും, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന സകലവിധമായ പാപത്തിന്റെ കറകളെ ശുദ്ധീകരിക്കുവാനും കർത്താവ് ഈ രാത്രികാലം നമ്മുടെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഇവിടെ കർത്താവ് വചനത്തിൽ കൂടെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. മാനസാന്തരപ്പെടണം. ഈ ദേശത്തിലെ സകല ദേശനിവാസികളെ കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. മാനസാന്തരപ്പെടണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എന്തൊക്കെ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടോ, ഇതുവരെ എന്തൊക്കെയും ജീവിതത്തിൽ പാപത്തിന്റെ പ്രതിസന്ധികൾ വന്നിട്ടുണ്ടോ, അതിനൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച്, അപ്പാ എൻ്റെ ഉള്ളത്തിലോട്ടൊന്നും ഇറങ്ങി വരണമേ, എൻ്റെ ജീവിതത്തിലോട്ടൊന്നും ഇറങ്ങി വരണമേ. സത്യ വെളിച്ചമാകുന്ന യഹോവ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത് നമ്മൾ ഓരോരുത്തരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങി വരുവാനിടയായി. തൻ്റെ സ്വരൂപത്തെ, തൻ്റെ രാജാവ് എന്ന് പറയുന്ന പദവിയെ
ക്രിയേറ്റർ ആകുന്ന യഹോവ സകല പദവിയും അവിടെ മാറ്റിവെച്ചിട്ട് മനുഷ്യരൂപത്തിൽ മറിയുടെ ഉദരത്തിൽ ഉരുവായി ഈ ഭൂമിയിൽ ജന്മം കൊള്ളുവാനിടയായി. നമ്മുടെ സകലമാന പാപങ്ങൾക്ക് വേണ്ടിയും, നമ്മുടെ സകലമാന ശാപങ്ങൾക്ക് വേണ്ടിയും, നമ്മുടെ സകലമാന രോഗങ്ങൾക്ക് വേണ്ടിയും കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് തകരുവാനിടയായി. വചനത്തിൽ വായിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നിന്നെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കാണുന്നതിന് മുന്നമേ കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് കണ്ടിട്ടാണ് ഇവൻ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, ഇവന് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ കയറി വരണമെങ്കിൽ, അവന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ കാണണമെങ്കിൽ, കർത്താവിന്റെ അടുക്കൽ ഇരിക്കണമെങ്കിൽ ഇവന് വേണ്ടി ഞാൻ മരിച്ചേ പറ്റത്തുള്ളൂ, ഇവന് വേണ്ടി ഞാൻ തകർന്നേ പറ്റത്തുള്ളൂ, ഇവന് വേണ്ടി ഞാൻ രക്തം ചൊരിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് കർത്താവ് കണ്ടിട്ട് കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വരുവാനിടയായി. നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്, കർത്താവ് വരുന്നു 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 എന്ന് സകല വ്യക്തികളും വിളിച്ചു പറയുന്നുണ്ട്, സകല പാസ്റ്റേഴ്സും വിളിച്ചു പറയുന്നുണ്ട്. കർത്താവ് എന്തേ വരാത്തത്? ഇനി മഴുക്കാടി നടന്നാൽ മതിയല്ലോ എന്ന് നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്. വയസ്സാകുമ്പോൾ കർത്താവിനെ കണ്ടുമുട്ടിയാൽ മതി, വയസ്സാകുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഏത് സമയത്താണ് കർത്താവ് വരുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. അതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യനായിരിക്കുമ്പോൾ ഏത് സമയത്താണ് നമ്മൾ കണ്ണടയ്ക്കുന്നത് നമുക്ക് ഒരിക്കലും പറയുവാൻ പറ്റത്തില്ല. നിനയാത്ത നാഴികയിൽ കർത്താവ് വരുവാനിടയാകും. നമ്മൾ ഇന്ന് രാത്രികാലം ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനം അനുസരിക്കുന്നെങ്കിൽ കർത്താവിന്റെ വരവ് ഈ സെക്കൻഡ് ആയിരുന്നാലും നമുക്ക് പറന്നു പോകുവാനിടയാകും. ഇവിടെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവാൻ. കർത്താവിന്റെ നാൾ ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. യുദ്ധവും യുദ്ധശ്രുതിയും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. ഇവിടെ നമ്മൾ വചനം വായിക്കുമ്പോൾ അതിന്റെ 5-13 വാക്യം അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ ചില കാര്യങ്ങൾ കാണുവാൻ പറ്റും. ഉപ്പിനെ കുറിച്ച് കാണുവാൻ പറ്റും, വിളക്കിനെ കുറിച്ച് കാണുവാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ ഇറങ്ങി വരുമ്പോൾ, നമ്മൾ ഇതുവരെ കാര സ്വഭാവം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ, മറ്റുള്ളവരോട് വിരോധമായി സംസാരിക്കുന്ന വാക്കാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉളവാകുന്നതെങ്കിൽ, മറ്റുള്ളവർക്ക് സ്നേഹം പടർത്തുവാൻ പറ്റാത്ത നിലവാരത്തിലുള്ള സംസാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഉളവാകുന്നതെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീഴുന്ന സമയം കർത്താവ് നിങ്ങളുടെ കർത്താവിന്റെ കരങ്ങൾ നിങ്ങളെ എടുത്തിട്ട് കർത്താവ് കഴുകുവാൻ തുടങ്ങും, പണിയുവാൻ തുടങ്ങും. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ കുശവനാകുന്ന ആ വേലക്കാരൻ അവന്റെ കയ്യിൽ നിന്ന് ഒരു പാത്രം ഉടഞ്ഞു പോയപ്പോൾ അതിനെ ഒന്നേന്ന് റീക്രിയേഷൻ ചെയ്യുവാനിടയെ പുതിയതൊന്ന് പണിയുവാൻ തുടങ്ങി. അങ്ങനെ മറ്റുള്ളവർ കാണുമ്പോൾ ആകർഷിക്കുന്ന നിലവാരത്തിൽ മനോഹരമായൊരു പാത്രം ഉണ്ടാക്കുവാനിടയെ. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മൾ ഓരോരുത്തരും പണിയുവാൻ സർവശക്തനാണ്. കാരസ്വഭാവമില്ലാത്ത നിലവാരത്തിൽ, രുചി കൊടുക്കുവാൻ പറ്റാത്ത നിലവാരത്തിൽ, പ്രകാശം പടർത്തുവാൻ പറ്റാത്ത നിലവാരത്തിലാണെന്ന് രാത്രികാലം ആരെങ്കിലും ആയിരിക്കുന്നതെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം, അപ്പാ എന്റെ ഉള്ളത്തിലോട്ടൊന്ന് ഇറങ്ങി വരണമേ, എന്റെ മേൽ അവിടുത്തെ അഭിഷേകത്തെ പകരണമേ, എന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ പകരണമേ. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ, അങ്ങേക്ക് വേണ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മൾ ഓരോരുത്തരെയും നേടുവാൻ, നമ്മൾ ഓരോരുത്തരെയും വചനം പഠിപ്പിക്കുന്നുണ്ട്, ഇരുളിൽ കിടക്കുന്ന വ്യക്തികൾ വലിയൊരു പ്രകാശം കാണുവാനിടയായി. അങ്ങനെയാണെങ്കിൽ സത്യപ്രകാശം ഇറങ്ങി വന്നത് ഇരുളിനെ ഖേദിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഇരുളെന്ന് പറയുന്ന പാപം കിടപ്പുണ്ടെങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട്, കർത്താവെ ഇരുട്ടിനെ പരിപൂർണമാക്കി അങ്ങ് മാറ്റണമേ, ഞാൻ അങ്ങയുടെ പ്രിയ മകനായി പ്രിയ മകളായി മാറേണ്ടതിന് സകലമാന ഇരുട്ടും മാറി സത്യ വെളിച്ചമാകുന്ന യഹോവ എന്റെ മേൽ വെളിപ്പെട്ട് വരണമേ എന്ന് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന വ്യക്തിയുണ്ടോ? അവന്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി വരുവാൻ കർത്താവ് സർവശക്തനാണ്. ഞാൻ ഹല്ലേലൂയ ഇവിടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് പോലെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടണം. നമ്മൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണം. നിങ്ങൾ ഇതുവരെ ചെയ്ത ഏത് പ്രവൃത്തിയായിരുന്നാലും കർത്താവിന്റെ കരങ്ങളിൽ പരിഹാരമുണ്ട്, കർത്താവിന്റെ കരങ്ങളിൽ ശുദ്ധീകരണമുണ്ട്. ഈ ലോകത്തൊരു വ്യക്തിയോട് നമ്മൾ ചെയ്ത പാപങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ നിങ്ങളെ കളിയാക്കും, ഒരുപക്ഷെ നിന്നെ കുറ്റക്കാരനാക്കി മാറ്റി നിർത്തുന്ന സമൂഹമാണ്. പക്ഷെ കർത്താവിനോട് പറഞ്ഞാൽ എത്ര കടും ചുവപ്പായ പാപത്തെ
ഹിമത്തെ പോലെ കഴുകുവാൻ കഴിവുള്ള ആ കർത്താവിന്റെ കരങ്ങൾ ഇന്ന് രാത്രികാലം നിങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ ശുദ്ധീകരിക്കുവാന്, കർത്താവ് ജീവന്റെ പുസ്തകം നിങ്ങളെ പേരെഴുതുവാന് കർത്താവ് സർവശക്തനാണ്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ഒരുക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണപ്പാ. മനസ്സാന്തരപ്പെടുവാൻ ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ പിതാവേ. ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് അങ്ങുമായി അടുത്തു വരുവാൻ മുടിയനായ പുത്രൻ തന്റെ പിതാവിന്റെ അടുക്കൽ ഹല്ലേലൂയ അവൻ വിശന്നപ്പോൾ എൻ്റെ പിതാവിന്റെ അടുക്കൽ, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ ഭക്ഷിച്ച് മാറ്റി നിർത്തുന്നു, മാറ്റിവെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലോട്ട് പോകും. അവൻ ചിന്തിച്ചിട്ട് അവിടെ ഇരുന്നില്ല. അവൻ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. അവൻ്റെ അപ്പൻ്റെ ഭവനത്തിലോട്ട് അടുക്കുവാനിടയായി. ദൂരത്ത് നിന്ന് അപ്പം കണ്ടിട്ട് അവനെ നെഞ്ചോട് ചേർക്കുവാനിടയായി. ഹല്ലേലൂയ. അതേ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കർത്താവിൽ നിരപ്പ് പ്രാപിച്ച് കർത്താവേ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയനായ പുത്രന്റെ അപ്പൻ ദൂരത്ത് നിന്ന് പ്രിയ മകനെ കണ്ട് അവന്റെ അടുക്കൽ ഓടിച്ചെന്ന് അവനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുവാനിടയായി. അത് പ്രിയനാകുന്ന കർത്താവ് നിന്നെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ, നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരും, നിന്നെ നെഞ്ചോട് ചേർക്കും, നിന്റെ പാപത്തിന്റെ സകലമാന കറകളെയും ശുദ്ധീകരിക്കും. അതേ പിതാവ്, ഇന്ന് രാത്രികാലം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് പണിത് രൂപാന്തരപ്പെടുത്തി പുറത്തെടുക്കുവാൻ പോകുന്ന കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും മനസ്സാന്തരപ്പെട്ട് അങ്ങയുടെ അടുക്കലോട്ട് അടുത്തു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് സഹായിക്കുക പിതാവേ. ഈ ദേശത്തിലുള്ള സകല ദേശനിവാസികളെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. മനസ്സാന്തരപ്പെടുവാൻ അങ്ങ് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണപ്പെടുന്ന നിലവാരത്തിൽ അവരെ തന്നെ ആ ശേഷം കർത്താവിന്റെ കരങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് അവരെ തന്നെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ചുടച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവേ അങ്ങന്റെ ഉള്ളിൽ ഒന്ന് വാഴണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങളെ സമസ്ത തിരുപാദപീഠത്തിലേക്ക് താഴ്ത്തി തരികയാണപ്പാ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രികാലം കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ കർത്താവിനോട് നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. അപ്പൊ അവിടുത്തെ ശക്തി എൻ്റെ മേൽ പകരണമേ, അവിടുത്തെ കൃപ എൻ്റെ മേൽ പകരണമേ. ഞാൻ വന്നതുപോലെയല്ല മടങ്ങി പോകേണ്ടത്, നിറഞ്ഞു മടങ്ങി പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ചേർന്ന് ഒരു പഴയ ഗാനം, യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ്റെയോ എന്നുമുള്ളത് പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടാം നാം അവന്റെ നാം എന്ന ഗാനം നമുക്ക് ചേർന്ന് കരങ്ങളെ തട്ടി ദൈവത്തെ പാടി മഹത്വപ്പെടുത്താമോ? യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ്റെയോ എന്നുമുള്ളത്. യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ്റെയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. മഹത്വവും ജ്ഞാനവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനങ്ങളിലേക്ക് ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനങ്ങളിലേക്ക് ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നോ കുഴഞ്ഞ ചെങ്കിൽ നിന്നെ കയറ്റി. ആമേൻ. നാശകരമായ
ഓ കുഴഞ്ഞ തെറ്റ് നിന്നെന്നെ കായണേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതികൾ തന്നെ. ആമേൻ. പുതിയൊരു പാട്ടെനിക്കു തന്നു സ്തുതികൾ തന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. എന്റെ കർത്താവേ എന്റെ യഹോവേ അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ആമേൻ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. ആമേൻ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതികൾ തന്നെ. ആമേൻ. പുതിയൊരു ഈ രാത്രികാലം അന്യഭാഷകൾ വ്യക്തികളുണ്ടെങ്കിൽ അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിച്ച് ആരാധനയ്ക്ക് യോഗ്യനാവുന്ന കർത്താവിനെ, സൈന്യങ്ങളുടെ യഹോവയാവുന്ന കർത്താവിനെ ഇന്ന് രാത്രികാലം അതിൽ തുറന്ന് പരിശുദ്ധ പിതാവേ അങ്ങേക്ക് നന്ദി 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 നന്ദി. ഓ ആരാധനയ്ക്ക് വലിയ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും. അതെ, അപ്പൊ അവിടുത്തെ ശക്തി രാത്രികാലം ഈ ഗ്രൗണ്ടിന്റെ മേൽ ഇറങ്ങി വരട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. അസാധാരണമാകുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഇവിടെ സ്പ്രെഡ് ആകട്ടെ. ഓ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. അത് വാഗ്ദത്തം ചെയ്ത അതേ അഭിഷേകം 120 പേർ ഒരു മനസ്സോട് കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ വെളിപ്പെട്ടു വന്ന അതേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വരട്ടെ. ഓ ശക്തിമലരതന ഓ ഹല്ലേലൂയ ഓ ഗ്ലോറി ഓ ശബലരതന ഓ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്റെ ഭാവേ കായ
യോഗ്യത നിൻ മുൻപിൽ. അതെപ്പാ ഞങ്ങളെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലവും കൺവെൻഷൻ യോഗത്തിന്റെ 2ാം ദിനം രാത്രികാലവും അങ്ങ് ഇറങ്ങി നിൽക്കുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. ഇന്ന് അനേകം വ്യക്തികളുടെ പേര് ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന ഒരു ദിനമാക്കി അങ്ങ് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകല വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ഈ ദേശത്ത് ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ഇന്ന് കേൾക്കുന്ന വചനം അതേപ്പ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് 30, 60, 100 മേന് ഫലം കൊയ്യത്തക്ക നിലവാരത്തിൽ അങ്ങ് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി തരികയാണ്. അപ്പാ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. ലൂക്കോസ് സുവിശേഷം അതിന്റെ ലൂക്കോസ് 12:40 വായിച്ചേ. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പി. കർത്താവ് ഒരുങ്ങിയിരിക്കാനാണ് പറഞ്ഞത്. ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും എന്ത് വന്നാലും എന്തിൽ വ്യാപരിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കുറിച്ച് എൻ്റെ ദൈവത്തിന് ഭയങ്കര ഉദ്ദേശമുണ്ട്. കർത്താവ് എന്നെയും നിങ്ങളെ വാങ്ങിയത് പുറമ്പോക്കിൽ കിടന്ന ഇരുമ്പ് പ്ലാസ്റ്റിക്കും ബുക്ക് പേപ്പറും ഒടിഞ്ഞു കിടന്ന കസേരയും കൊടുത്തിട്ടല്ല, പിന്നെ 5 ഏക്കർ വിറ്റിട്ടല്ല, പിന്നെ ഇന്ത്യ മുഴുവൻ വിറ്റിട്ടല്ല, പിന്നെ പാപമില്ലാത്തവനാകുന്ന എൻ്റെ യേശു മരിച്ച് മുഴുവനും കൊടുത്തിട്ടാണ് എന്നെ നേടിയത്. ക്രിസ്തുവിന് വേറെ ഒന്നുമില്ല. ക്രിസ്തു വാങ്ങിയത് എല്ലാം വിറ്റ് വാങ്ങിയത് എന്നെയാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഒരു 5 ഏക്കർ ഉണ്ടെന്ന് വെച്ചോ, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. 5 ഏക്കർ ഉണ്ടെന്ന് വെച്ചോ. ഈ 5 ഏക്കർ സ്ഥലവും നിങ്ങളുടെ ബാങ്കിലുള്ള എല്ലാം വിറ്റൊരു സാധനം വാങ്ങിയാൽ പോകുന്ന വഴിക്ക് അടുത്ത ആഴ്ച വന്നെടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകും റോഡ് സൈഡിൽ. പിന്നെ എന്ത് ചെയ്യും? കൊണ്ട് നടക്കൂലേ? അത് നഷ്ടപ്പെട്ടു പോകാതെ, അത് കളയാതെ, അത് കൈമോശം വരാതെ അതെപ്പോഴും എന്ത് ചെയ്യും? സൂക്ഷിക്കൂലേ? ഇതുപോലെയാണ് ദൈവം യേശു എന്നെ സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഉറപ്പുണ്ട് ഇതിൽ? എന്നെയും നിങ്ങളെയും എൻ്റെ ദൈവം സൂക്ഷിക്കുന്നത് എങ്ങനെയാ? അവിടെ എറിഞ്ഞിട്ട് പോകുന്നാണോ? അല്ല. പിന്നെ എന്ത് ചെയ്യും? അപ്പച്ചനെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ അകത്ത് വന്നാൽ ഞാൻ പണ്ടേ ആരിലുണ്ട്? ഞാൻ യേശുവിലായതെന്നാ സഹോദരങ്ങളെ. നിങ്ങൾ യേശുവിലായതെന്നാ? ഈ ബൈബിളിലെ ഇതള് ഓരോ പേപ്പറും ഇതിനകത്ത് കറക്റ്റായിരിക്കുന്നത് പോലെ ലോക സ്ഥാപനത്തിന് മുമ്പേ, ഞാൻ ജനിക്കും മുമ്പേ ഞാൻ ആരിലായിരുന്നു? ദൈവത്തിലാണ്. പക്ഷേ യേശു എന്നിൽ വന്നത് എപ്പോഴാ? ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോഴാ. നിങ്ങൾക്ക് മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടപ്പോഴാ എൻ്റെ യേശു എന്നിൽ വന്നത്. എൻ്റെ യേശു എന്നിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുഴുവൻ കാര്യം ആര് നോക്കും? ദൈവം അറിയാതൊരു തലമുടി പോലും മന്ത്രം കത്തും, പൂജ കത്തും. ദൈവ പൈതലിനെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കത്തിയെരിഞ്ഞാമരും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ലക്ഷങ്ങൾ മുടക്കി ചിലർ പൂജ ചെയ്യും. ലക്ഷങ്ങൾ മുടക്കി ദൈവ പൈതൽ മുട്ടുമടക്കിയിട്ട് സ്തോത്രമേശുവേ തീർന്നു, അവിടെ പൊട്ടി. ശക്തി കണ്ടോ ദൈവത്തിൻ്റെ? അപ്പച്ചൻ എന്നെ വിളിച്ചെങ്കിൽ അതൊരു ഒന്നിനെ കുറിച്ച് എന്തില്ലേ? ഒരു ഉറപ്പ് വേണം. ഒരു കുന്തത്തിന് നമ്മളെ തൊടാൻ അത്രയ്ക്ക് വിട്ടുകൊടുക്കും. യേശു കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: മക്കളെ, നിങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് കർത്താവ് തിരിഞ്ഞിരുന്ന അല്ല, പോയിട്ട് ഇവർ തിരിച്ചു വന്നു. കർത്താവേ, ഭൂതങ്ങളും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടില്ലെന്നാണോ? പിന്നെ കണ്ടു മക്കളെ. പക്ഷേ ലൂക്കോസ് 19-ലാണല്ലേ, 10:19. പക്ഷേ ഞാൻ കണ്ടു, എങ്കിലും ഞാൻ കാണാതെ അല്ല ഭൂതം അവിടെ വന്നത്. പക്ഷേ നിനക്കൊരധികാരം ഞാൻ കൈമാറിയിട്ടുണ്ട്. ലൂക്കോസ് 10:19 വാക്യം. എന്തോ നടക്കുന്നത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കർത്താവ് എന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ എന്നെയും നിങ്ങളുടെ മുഴുവൻ ചുമതല ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? യേശുവിൻ്റെ കയ്യിൽ. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളും. അപ്പോൾ ഒരു അന്ധകാര ശക്തിക്കോ, ഒരു പൂജയ്ക്കോ, ഒരു മന്ത്രത്തിനോ,
ഒരു ഇരുട്ടിനോ ഒരു ലോകശക്തിക്കോ ഒരു വാഴ്ചയ്ക്കോ ഒരു അധികാരത്തിനോ ഒരു ആകാശ ശക്തിക്കോ ഒരു ഭൂമിയിലുള്ള ശക്തിക്കോ ഒരു ദുർഭൂതത്തിനോ എൻ്റെ മേലും നിന്റെ മേലും ഒരു അവകാശമില്ല. പിന്നെയോ എൻ്റെ മേലും നിന്റെ മേലുമുള്ള അവകാശം യേശുവിൻ്റെതാണ്. നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? ഇത് തിരിച്ചറിഞ്ഞാൽ ആ പൈതലിനെ തകർക്കാൻ തൊടാൻ ആർക്കും ഇല്ലെങ്കിൽ വീഴ്ത്തപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെ, അന്ത്യം വരെ വഴി നടത്താൻ ഈ ദൈവം വിശ്വസ്തൻ തന്നെ. അപ്പോൾ കർത്താവ് പറയുന്നു, നിർണയപ്രകാരം വിളിച്ചവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി. എന്തൊക്കെ വന്നാൽ യേശു അറിയാതല്ല. എവിടെ കൂടെ പോകുമ്പോഴും യേശു അറിയാതല്ല എന്നെ കൊണ്ടുപോകുന്നത്. അവിടെയെല്ലാം എൻ്റെ കൂടെ യേശു ഉണ്ട്. പടകിനകത്ത് ശിഷ്യന്മാർ യേശു സഞ്ചരിക്കുമ്പോൾ എവിടെ, ഇന്നലെ ഞാനത് പ്രസംഗിച്ചു, സഞ്ചരിച്ച് അക്കരെ പോകുമ്പോൾ ലഗ്യുവിൻ്റെ ബാധ അഴിക്കാൻ പോകുമ്പോൾ യേശു അവിടെ കിടന്ന് ഉറങ്ങിയില്ലേ, പടകിൽ കിടന്ന് ഉറങ്ങി. പക്ഷെ ശിഷ്യന്മാർ നോക്കിയപ്പോൾ കാറ്റും തിരമാലയൊക്കെ ഒത്തിരി ആ പടകിന് അടിച്ചു. ആ തിരമാലയിൽ ആ പടക് മൊത്തത്തിൽ വെള്ളത്തിനകത്താകുമെന്ന് വിചാരിച്ചേ. സ്തോത്രം. അതിനകത്ത് ആരുണ്ടായിരുന്നു? ആരുണ്ടായിരുന്നു? എൻ്റെ അപ്പൻ്റെ മക്കളുടെ കൂടെ എല്ലായിടത്തും, കാറ്റിലും ശോധനയിലും പ്രശ്നത്തിലും. ദൈവം അറിയാതല്ല, ദൈവം അറിഞ്ഞിട്ട് തന്നെയാ. പക്ഷെ ഒന്നും നടക്കില്ല. കർത്താവിൻ്റെ മക്കൾക്കെതിരെ വരുന്ന ഒരായുധവും, നിനക്കെതിരെ വരുന്ന ഒരായുധവും പാലിക്കയില്ല. എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? നമുക്കെതിരെയുള്ള ഒരായുധവും ഒരന്ധകാര ശക്തിക്ക് നമ്മളെ തൊടാൻ, നമ്മളെ മേൽ ഒന്നിൻ്റെ മേലും ശത്രുവിന് അധികാരമില്ല. നമ്മുടെ മേൽ അധികാരം യേശുവിനാണ്. യേശു നമ്മളെ തിരഞ്ഞെടുത്തിട്ട്, എൻ്റെ കർത്താവ് പറഞ്ഞ, മക്കളെ, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, ഞാൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങളുടെ നടുവിൽ നടക്കുകയും ചെയ്യും. നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. തീർന്നില്ല. നിങ്ങൾ എൻ്റെ പുത്രന്മാരും പുത്രിമാരും, ഞാൻ നിങ്ങൾക്ക് പിതാവും അപ്പനും ഡാഡിയും ദൈവവും അപ്പനും എല്ലാമായി. നിങ്ങൾക്ക് തുറക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഈ അപ്പൻ്റെ മക്കളാണ് ആര്? അപ്പനുള്ള സകലത്തിനും അവകാശികളാണ് നമ്മൾ. പേടിക്കരുത്. അന്ധകാര ശക്തി കണ്ട് പേടിക്കല്ലേ. അവൻ പറയുന്ന വാക്ക് കേട്ട് പേടിക്കല്ലേ. നെഗറ്റീവ് വാക്ക് കേട്ട് പേടിക്കല്ലേ. എന്നാൽ ദൈവത്തിനൊരു പദ്ധതി എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അടുത്ത വാക്യം വായിച്ചേ. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 28 മുതൽ ഒന്നുകൂടെ വായിച്ചോ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ. മുന്നറിഞ്ഞവർ. എന്തിനാണ് എന്നെ നിങ്ങളെയും കർത്താവ് വിളിച്ചത്? ശ്രദ്ധിച്ചു നോക്കിയേ. മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ശ്രദ്ധിക്കണേ. ഇത് ശ്രദ്ധിച്ചാലേ നമുക്ക് മനസ്സിലാകും. ഒന്നുകൂടെ വായിച്ച്, ഇപ്പൊ വായിച്ച വരി 29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്. അപ്പൊ യേശു ആദ്യജാതനാണോ ഏകജാതനാണോ? ഏകജാതൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏകജാതൻ എന്ന് പറഞ്ഞപ്പോൾ ഒരാളിന് ഒരു കുഞ്ഞേ ഉള്ളൂ. അതിൻ്റെ പേരെന്താ? ഏകജാതൻ. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 4-5 മക്കളുണ്ട്, അതിൽ മൂത്തയാളിൻ്റെ പേരാണ് ഇന്നാള്. പറഞ്ഞു കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ ഇല്ലേ? അപ്പോൾ യേശു ക്രിസ്തു എന്നെ കണ്ടപ്പോൾ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം എന്തറിയാമോ? ഈ ഏകജാതനാകുന്ന യേശു ദൈവത്തിൻ്റെ ആദ്യജാതനാക്കി മാറ്റി യേശുവിൻ്റെ സഹോദരനാക്കി, സ്വന്തം ഇളയതാക്കി എന്നെയും നിങ്ങളെ മാറ്റണം. നിങ്ങൾക്ക് മനസ്സിലായോ? വിട്ടുപോരുത്, വചനം വിട്ടുപോരുത്. കർത്താവ് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ പറയത്തില്ലായിരുന്നു. വായിച്ചേ, ആ വരി ഒന്നുകൂടെ വായിച്ചേ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ ആരുടെ പുത്രൻ? കർത്താവിന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ഏകജാതനായ. എവിടെ കിടക്കുന്നു? യോഹന്നാൻ 3:16 വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏകജാതൻ. ഇവിടെ പറയുന്നു ആദ്യജാതൻ. കണ്ടോ? ഇനി റോമറിലേക്ക് പോയേ. ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. എന്നെ എന്തിനാണ് ആക്കിയത്? യേശുപ്പച്ചൻ്റെ സ്വരൂപത്തോട്
അനുരൂപമാക്കി ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ, യേശു എൻ്റെ ഉള്ളത്തിനകത്ത് വരുമ്പോൾ, എൻ്റെ ഉള്ളത്തിനകത്തിരിക്കുന്ന യേശു ആ ജീവൻ എൻ്റെ ആത്മമണ്ഡലത്തെ കഴുകി ശുദ്ധീകരിച്ച് അവിടെ നിറഞ്ഞ്, അവിടെ പ്രകാശം നിറച്ച്, അവിടെ നിന്ന് മനസ്സിൻ്റെ തലങ്ങളിലേക്ക് ഇറങ്ങി, സ്വതന്ത്രം ആ ദേഹിയിലേക്ക് ഇറങ്ങി, ദേഹിയെ മുഴുവൻ ആത്മാവിൽ കീഴടക്കി, വീണ്ടും അവിടെ നിന്ന് ആത്മാവ് കീഴടക്കി മുഴുവൻ നിയന്ത്രണവും യേശുവിൻ്റെതാക്കി. എന്നെ കാണാതെ യേശുവിനെ എന്നിലൂടെ കാണിക്കണമെന്നാണ് ആരുടെ ഉദ്ദേശം? ഇതാണ് എൻ്റെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മളെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. യേശുവിൻ്റെ ഇളയതായിട്ട് എൻ്റെ ചേട്ടനായിട്ട് ആര് മാറണം? നിങ്ങളുടെ ജ്യേഷ്ഠനായിട്ട് ആര് മാറണം? ഇനി ആരെപ്പോലെ ആകണം നമ്മൾ? യേശുവിനെ പോലെ. പാട്ടുകാരൻ പാടി, യേശുവിനെ പോലെ വാക്കിലും, യേശുവിനെ പോലെ പ്രവൃത്തിയിലും, യേശുവിനെ പോലെ വാക്കിലും, യേശുവിനെ പോലെ പ്രവൃത്തിയിലും എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റവും ബലഹീനനാ, എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റവും ബലഹീനനാ. ഹല്ലേലൂയ. നോക്കിയേ, എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് ഉദ്ദേശം, ശാലിനി നീ ചെളിക്കകത്ത് കിടന്ന ആളാണ്, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു. ഈ എനിക്ക് വേണ്ടി യേശു മരിച്ചെന്നും യേശുവിലൂടെയാണ് നിത്യരക്ഷയെന്നും യേശുവാണെന്ന് കർത്താവെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ, ലോകസ്ഥാപനത്തിന് മുമ്പേ യേശുവിൽ ഞാനുണ്ടായിരുന്നു. സ്വത്രം. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ, യേശു കർത്താവെന്ന് സ്വീകരിക്കുമ്പോൾ, എൻ്റെ അകത്തേക്ക് ഇരുണ്ട എൻ്റെ ആത്മതലത്തിനകത്തേക്ക്, സ്വത്രം, ദൈവത്തിന് മഹത്വം, യേശുപ്പച്ചൻ ഇറങ്ങി വരികയും യേശുപ്പച്ചൻ ആത്മാവിൽ നിറഞ്ഞ് അവിടെ നിന്ന് ദേഹിയിലേക്ക് ഇറങ്ങി, അടുത്ത് ദേഹത്തിലേക്ക് ഇറങ്ങി, എന്നെ മുഴുവനും അപ്പൻ്റെ ആത്മാവ് കൊണ്ട് കീഴടക്കി, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ഒരാളാക്കി, എൻ്റെ യേശുവിനെ ധരിച്ചുകൊണ്ട് എന്നെ കാണാതെ യേശുവിനുള്ളത് മാത്രം എന്നിലൂടെ കണ്ടിട്ട്, ഒരു ദിവസം യേശു വരുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ നമ്മളും കാണുന്നതാകയാൽ അവനോട് സദൃശന്മാർ ആകും. അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് ഇവിടെ ലോകത്ത് നടക്കുന്നത്. ഒരു ദൈവവചന ഒരുക്കമാണ് നമ്മുടെയൊക്കെ സഭയിൽ നടക്കുന്നത്. ഒരുക്കമാണ്. എന്തിൻ്റെ ഒരുക്കം? എന്തിൻ്റെ ഒരുക്കം? ഒരു കല്യാണത്തിൻ്റെ ഒരുക്കം. ഏത് കല്യാണം? മണവാളനും മണവാട്ടിയുമായിട്ടുള്ള കല്യാണത്തിൻ്റെ ഒരുക്കം. ദൈവത്തിന് സ്തോത്രം. മണവാട്ടിയെ തികവുള്ള ക്രിസ്തുവിൽ നിറവുള്ള തികവുള്ള ക്രിസ്തുവിൻ്റെ ഒത്ത സർവംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു ഞാൻ. നിങ്ങൾക്ക് എത്രയൊക്കെ താഴെ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടെ സ്നേഹിതരെ? ഈ ഭൂമിയിൽ എന്നെ നിങ്ങളെ സഭയ്ക്കകത്താക്കുന്ന എന്തിനെന്നറിയാമോ? കർത്താവിൻ്റെ അടുക്കൽ ഇരുത്തുന്ന എന്തിനെന്നറിയാമോ? കർത്താവ് സഭയിലൂടെ നമുക്ക് തരുന്ന വചനം എന്തെന്നറിയാമോ? മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ പോലെ എല്ലാം നിറവിനാൽ നിറഞ്ഞ് എവിടെ കിടക്കുന്ന എടുക്കാം. ആ വാക്യം എടുക്കാം. അതങ്ങനെ വെച്ചിട്ട് ആ വാക്യം വായിച്ച് തീർത്തേ. റോമർക്കെഴുതിയ ലേഖനം 8:30 അടുത്ത് ഇപ്പോൾ വായിച്ചതിൻ്റെ തൊട്ടടുത്ത് കൂടെ വായിച്ചേ. തന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. കണ്ടോ? സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അടുത്തവരെ മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ഇനി എഫെസ്യർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിനകത്തുണ്ടൊരു വാക്യം എടുക്കാമോ? നമുക്ക് 2-3 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലനാകുന്ന പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? 3 അധ്യായം 17 വാക്യം മുതൽ വായിച്ചേ. ക്രിസ്തു വിശ്വാസത്താൽ എന്റെ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന്. ഓ ജീസസ്, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നേ അടിസ്ഥാനപ്പെട്ടവരായി. 2 വിശ്വാസമുണ്ട്. ഒന്ന് രക്ഷാകരമായ വിശ്വാസം. എൻ്റെ വിഷയം വേറെ, യേശുവിൻ്റെ വരവാ പ്രസംഗിക്കേണ്ട. 2 വിശ്വാസം. ഒന്ന് രക്ഷാകരമായ വിശ്വാസം, മറ്റൊന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള മറുപടി കിട്ടുന്ന ഈ ലോകത്തിൻ്റെ വിശ്വാസം. ഇത്രയൊക്കെ മനസ്സിലായി? 2 വിശ്വാസം. ഒന്ന് രക്ഷാകരമായ വിശ്വാസം. വിശ്വാസം എന്നതോ റോമർക്ക് ലേഖനം 11:1, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. രക്ഷാകരമായ വിശ്വാസം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് കാണാത്ത കാര്യം? സ്വത്ര അപ്പുറത്ത് വെച്ച വീട് പോലെ നമുക്ക് വെക്കുന്നതാണോ കാണാത്ത കാര്യം? അപ്പുറത്ത് വേറൊരാൾ എഞ്ചിനീയറായി, ഞാനും അതുപോലെ എഞ്ചിനീയർ ആയതാണോ കാണാത്ത കാര്യം?
2 ഏക്കർ വസ്തു വാങ്ങി, കണ്ടില്ല. അതാണോ കാണാത്ത കാര്യം? ഇതൊന്നും അല്ല കാണാത്ത കാര്യം. കാണാത്ത കാര്യം ആരാ? ഇതിന്റെ നടുവിൽ കാണാത്ത ഒന്നുണ്ട്. ആര്? 2 ഓ 3 ഓ അവരുടെ നാമത്തിൽ ഏക മനസ്സോടെ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ യേശുവിനകത്തോണ്ട് കാണുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ കണ്ടില്ല 2000 വർഷം മുമ്പ് യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? കൊരിന്ത്യർക്ക് ലേഖനത്തിനകത്ത് ഇപ്രകാരം പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തു യേശു ക്രൂശിൽ മരിച്ചപ്പോൾ, സ്തോത്രം, ക്രിസ്തു യേശുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. ഒരുവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ നമ്മൾ അവനിലുണ്ടായിരുന്നെന്ന്. സ്തോത്രം. അപ്പോ ആ ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും ഉണ്ടായിരുന്നെന്നുള്ള കാണാത്ത വിശ്വാസം. ഇനി കേട്ടോ, പാപത്തെ ഏറ്റുപറഞ്ഞപ്പോൾ എൻ്റെ യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകി എന്നുള്ള വിശ്വാസം. ഇത്രക്ക് മനസ്സിലായി? എൻ്റെ അപ്പൻ എൻ്റെ അകത്തിരിക്കുന്നുള്ള വിശ്വാസം കാണാത്തതാ. ഇതാ വിശ്വാസം. രക്ഷകരമായ എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട്. ഒരു അന്ധകാര ശക്തിക്കോ ഒരു വാഴ്ചയ്ക്കോ ഒരു അധികാരത്തിനോ എന്നെ തൊടാൻ പറ്റത്തില്ല. ഉയരത്തിനോ ആഴത്തിനോ ഏതൊരു ശക്തിക്കും എൻ്റെ അപ്പൻ, എൻ്റെ അകത്തിരിക്കുന്ന എൻ്റെ അപ്പനെ തകർക്കാൻ, അപ്പനുമായിട്ടുള്ള എൻ്റെ സ്നേഹത്തെ, എൻ്റെ ബന്ധത്തെ ഒതുക്കാൻ കഴിയത്തില്ല എന്നുള്ള വിശ്വാസം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതല്ല രക്ഷാകരമായ യേശു വരുമ്പോൾ ഞാൻ അപ്പൻ്റെ കൂടെ പോകും. രക്ഷാകരമായ ഞാൻ പാപം വെറ്റി പറഞ്ഞപ്പോൾ എൻ്റെ പാപം മുഴുവൻ കഴുകി എൻ്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി. രക്ഷാകരമായ വിശ്വാസം. ഇവിടെ ഞാൻ കണ്ണടച്ചാൽ എൻ്റെ കണ്ണ് നേരെ തുറക്കുന്നത് എൻ്റെ പ്രാണപ്രിയൻ്റെ അടുക്കലാണ്. എന്തോന്ന് വിശ്വാസം? അത് രക്ഷകരമായ വിശ്വാസം. ഞാനിവിടെ പരദേശിയാണ്. എൻ്റെ സ്വന്തം ഭവനം സ്വർഗത്തിലാണ്. അത് മുത്തുകൾ കൊണ്ട് എൻ്റെ ദൈവം നിർമ്മിച്ചിരിക്കുന്നു. ഏത് വിശ്വാസം? ഞാൻ പോകുമ്പോഴും വരുമ്പോഴും എൻ്റെ അകത്ത് യേശുവുണ്ട്. ഏത് വിശ്വാസം? രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ അടുത്തുണ്ട്. ഏത് വിശ്വാസം? രക്ഷാകരമായ വിശ്വാസം. ഇനി കേട്ടോ, പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചു, ജയിച്ചു. വിശ്വാസമുണ്ട്. പ്രാർത്ഥിച്ചു, വിശ്വസിച്ചത് കർത്താവ് കൊടുത്തു. എന്താ വിശ്വസിച്ചേ? ജയിക്കുമെന്ന് വിശ്വസിച്ചു അല്ലേ? പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ജയിച്ചു. പക്ഷെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് വേണ്ടെന്നാണോ? വേണം. പക്ഷെ പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കണം. പ്രാധാന്യം അഴിഞ്ഞു പോകാത്തതാണ്. മാർത്തയും മറിയും രണ്ടുപേരും ഇരിക്കുമ്പോൾ മറിയ പ്രാപിച്ചത് അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. സ്തോത്രം. അവൾ ആർക്കും അപകരിക്കാൻ പറ്റില്ല. അപകരിക്കാൻ പറ്റാത്തത് ഈ ലോകത്തിന്, ഒരു അന്ധകാര ശക്തിക്ക്, പ്രതികൂലത്തിന്, പ്രശ്നത്തിന്, പ്രതിസന്ധിക്ക് അപകരിക്കാൻ പറ്റാത്ത സ്തോത്രം ആ ക്രിസ്തുവിനെ, ക്രിസ്തുവിലുള്ളതിനെ, ക്രിസ്തുവിനെ മുഴുവനുമായി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നു? ഈ ഒരു വിശ്വാസമാണ് രക്ഷാകരമായ വിശ്വാസം. അല്ലെങ്കിൽ ഭൂമിയിലുള്ള നമുക്ക് എല്ലാ ആവശ്യമാണ്. ഇതിനകത്തിരിക്കുന്നവരും വിദേശത്തിലുള്ളവരും ഈ ഭൂമിയിലുള്ള ഭൗതിക നന്മയിലും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ പറയട്ടെ, അതിനേക്കാൾ അധികം ക്രിസ്തുവിലുള്ളത് നിലനിൽക്കുന്നത്, അത് എൻ്റെ നിങ്ങളുടെ അകത്ത് നിറഞ്ഞൊഴുകട്ടെ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. അത് ഒഴുകാൻ തുടങ്ങണം. അത് യേശു നിറഞ്ഞ് ആ ദേഹിയും ആത്മാവിലും മുഴുവൻ നിയന്ത്രണവും യേശു എന്നിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മ ഒഴുകാൻ തുടങ്ങും. പോകുന്നിടത്ത് ഒഴുകും, വരുന്നിടത്ത് ഒഴുകും. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴുകും, ആത്മാവ് ഇറങ്ങി ഒഴുകും. നിങ്ങൾ ഒരു വരി സ്വോത്രം പറയുമ്പോൾ പരിശുദ്ധാത്മ ഒഴുകും. അത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, കഴിവല്ല, നിൻ കൃപയാണേ, ബലമല്ല, നിൻ ദയയാണേ, കഴിവല്ല, നിൻ കൃപയാണേ, ബലമല്ല, നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ കർത്താവ് രണ്ട് വിശ്വാസം. ഒന്ന്, ഭൂമിയിലുള്ളതെല്ലാം കിട്ടുമെന്നുള്ള വിശ്വാസം. പക്ഷെ നല്ലതാണ്, എല്ലാം വേണ്ടേ. പക്ഷേ ഭൂമിയിലുള്ള നമുക്ക് ആവശ്യമാണ്. ഞാൻ ഉറപ്പായിട്ട് പറയാം, നമുക്കെല്ലാം ആവശ്യമാണ്. പക്ഷേ പിടിക്കേണ്ടത് ഇവിടെയുള്ളതല്ല, സ്വർഗത്തിലുള്ളത്. ഉപയോഗിക്കുക, പോവുക.
ഉപയോഗിക്കുക. ദൈവത്തിന് ഹിതമല്ലാത്തല്ല, ദൈവത്തിന് ഹിതമുള്ളത് മാത്രം. ഒരു ദൈവവചനം എന്തൊക്കെ ഉപയോഗിക്കാം അത് ഉപയോഗിക്കുക. അതിലല്ല നമ്മുടെ കണ്ണ്. പിന്നെയോ പ്രാണപ്രിയനിൽ. നമ്മുടെ കണ്ണ് ഈ ലോകത്തിലുള്ള ഇതിലല്ല. ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിച്ചു, 21 ദിവസം ഉപവസിച്ചു. ഒരാൾ പറഞ്ഞു, സിസ്റ്ററെ സ്തോത്രം, നിങ്ങൾ ഉപവസിച്ചാൽ നിങ്ങൾക്ക് ഈ വിഷയത്തിന് മറുപടി കിട്ടും. നമ്മൾ പറഞ്ഞെന്ന് വെച്ചോ, ഉപവസിച്ച് കിട്ടിയില്ല. അപ്പോൾ അവരെന്ത് പറയും? അവർ പ്രാർത്ഥിക്കുന്ന യേശുവിനൊന്നും ഇതിനൊന്നും ചെയ്യാമെന്ന് കഴിവൊന്നും എന്താ ദൈവം തരാത്തത്? നമ്മളോട് ഇഷ്ടക്കുറവുകൊണ്ടാണോ? അല്ല. പിന്നെന്തുകൊണ്ടാണ്? ഇപ്പം കർത്താവിന് തന്ന ഒക്കത്തില്ല. തരേണ്ട സമയത്ത് ദൈവത്തിന് തരാൻ ഇഷ്ടമാണെങ്കിൽ തരും. അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും തരും. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ മക്കൾക്ക് ആഹാരം രാവിലെ കാപ്പി ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തു വിടുന്നത്, സ്കൂളിൽ പോകും മുമ്പേ നമ്മൾ കാപ്പി കുടിപ്പിച്ചിട്ട് പാത്രത്തിൽ ചോറ് കൊടുത്തു വിടുന്നത്, അവർ രാത്രി ഉറക്കമില്ലാതെ എപ്പോഴും അമ്മ ചോറ് രാവിലെ വേണം, കാപ്പി വേണം എന്ന് പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല നാളങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ അപ്പച്ചൻ എത്ര അധികം എന്ത് തരും? പരിശുദ്ധാത്മാവ് വഴന്ന് വിട്ടുപോലും പരിശുദ്ധാത്മാവിനെ തരും. കർത്താവ് പറഞ്ഞു, മുമ്പേ അവരുടെ രാജ്യവും നീതി അന്വേഷിക്കും, അതോടുകൂടെ നിനക്ക് സകലതും കിട്ടും. മക്കളെ, നീ യാചിക്കും മുൻപേ മത്തായി 6:8 നിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ അറിയുന്നു. നീ ജാതികളെ പോലെ, ഇതൊക്കെ എന്തോന്നാ ഗിരിപ്രഭാഷണം, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പന. എൻ്റെ മക്കളൊന്ന് എപ്പോഴും പറയണോ, അമ്മ എനിക്കിത് വേണം, ഇത് വേണം, ചോറ് രാവിലെ കാപ്പി വേണം 3 മണിക്ക് 4 മണിക്ക് ഉറക്കമില്ലെന്ന് പറയുമോ? ഇല്ല. നമ്മളാണ് ഈ ലോകത്തിലുള്ള നന്മയ്ക്ക് വേണ്ടി ഉറക്കമില്ലാതെ, പക്ഷെ വിളിക്കേണ്ടതിന് വേണ്ടി വിളിക്കത്തില്ല. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന പൗലോസ് അപ്പോസ്തലൻ ചവറ നിറഞ്ഞതിന് വേണ്ടി നമ്മൾ അയാളറിഞ്ഞ ചവറിനെ പിടിക്കാൻ 41 ഉപവാസം. നിങ്ങൾക്ക് മനസ്സിലായി? ക്രിസ്തുവിനെ കിട്ടിയാൽ കർത്താവിനുള്ളത് എല്ലാം നമ്മുടെ സ്വന്തം. ഏതാ വേണ്ടേ? യേശുവിനെയും യേശുവിനുള്ളതും വേണോ? അതോ ഈ ലോകത്തിൽ തകർന്നു പോകുന്നതിന് വേണ്ടിയാണോ? ഇതിനു വേണ്ടി നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. പ്രാർത്ഥിക്കാം, വാങ്ങാം. ആൾക്കാർ പറയും, ഓ പള്ളി പോയി എന്തൊക്കെ കിട്ടി. അപ്പോൾ ചിലർ പറയും, ഓ സിസ്റ്റർ എന്ത് പറയാ, ഞാനൊരു ഷെട്ടയില കടന്നുറങ്ങി. ശരിയാ, എനിക്കിപ്പം നല്ലൊരു വീട് വേണം. സ്വന്തം നോക്കിയേ, ഈ ഭൂമി വിട്ടുപോയപ്പോൾ പ്രാർത്ഥിച്ച് കിട്ടിയ കൊട്ടാരം കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്കെല്ലാവർക്കും എല്ലാം ദൈവം കൊട്ടാരം തന്നിട്ടില്ലേ? ഉണ്ട്. പ്രസംഗിക്കുന്ന എനിക്ക്, നിങ്ങൾക്ക് ഇരിക്കുന്ന നിങ്ങൾക്കും കൊട്ടാരം തന്നിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന വീട് കുട്ടിലായാലും ഷെട്ടായാലും ഓലമേഞ്ഞതായാലും സ്വർണം കൊണ്ട് പാകിയ വീടായാലും യേശു ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് പ്രയോജനം? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു ഉണ്ടെങ്കിൽ ഏത് കുട്ടിലും ഏത് വഴിയരികും എവിടെയും എൻ്റെ അപ്പനുണ്ടെങ്കിൽ സ്വന്തമെന്ന് പറഞ്ഞിടുവാൻ ഡാഡിയല്ലാതാരുമില്ല. സ്വത്ത് എന്ന് ചേർന്നിടുവാൻ അപ്പനല്ലാതാരുമില്ല. യേശുവാ എനിക്കെല്ലാം. യേശുവാ എനിക്കെല്ലാം. യേശുവാ സ്വന്തമെന്ന് പറഞ്ഞിടുവാൻ ഡാഡിയല്ലാതാരുമില്ല. സ്വത്ത് എന്ന് ചേർന്നിടുവാൻ അപ്പനല്ലാതാരുമില്ല. യേശുവേ എനക്കെല്ലാം. യേശുവേ എനക്കെല്ലാം. യേശുവേ സ്വന്തമെன்று சொல்லிக்கொள்ள உம்மை விட யாருமில்ல. சொத்து என்று அள்ளிக்கொள்ள உம்மையெல்லாம் யாருமில்ல. യേശുവേ എനക്കെല്ലാം. യേശുവാ എനക്കെല്ലാം. യേശുവാ. ഹല്ലേലൂയ. അപ്പച്ചൻ നമ്മുടെ അകത്തുണ്ടെങ്കിൽ അപ്പോസ്തലൻ ലാഭമായിരുന്ന എല്ലാം വേസ്റ്റ് നെണ്ണിയില്ലേ? എന്തുകൊണ്ടാണ് വേസ്റ്റ് നെണ്ണിയെ? നമ്മൾ പറയുന്നതെന്നറിയാമോ? നിന്റെ തലയെ ഉയർത്തിപ്പിടിപ്പിക്കും. യേശുവിൻ്റെ തല എന്തായത്? കർത്താവ് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നത്, യേശുവിൻ്റെ തല എന്തായത്? മുൾക്കീരിയിടം വെച്ച് അടിച്ചു. പാളയത്തിൻ്റെ പുറത്ത്
കഷ്ടമേറ്റു. പഴയ നിയമ വിശുദ്ധനായ മോശ എന്ത് ചെയ്തു? സ്വന്തം ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. സ്വത്രം. കർത്താവ് ഉയർത്തിയാലും ഉയർത്തിയില്ലെങ്കിലും, ജീവിച്ചാലും മരിച്ചാലും, കിട്ടിയാലും ഇല്ലെങ്കിലും, അപ്പ എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും അപ്പൻ എനിക്കുണ്ടെങ്കിൽ, അത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട് സഹോദരങ്ങളെ. യേശു ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കും. നമ്മുടെ മക്കളൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ തെറ്റാൻ കാരണം എന്തറിയാമോ? നമ്മൾ മക്കളെ കുഞ്ഞിലേ പഠിപ്പിക്കും. എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? മക്കൾ എന്ത് പ്രാർത്ഥിച്ചാലും യേശു അപ്പച്ചൻ തരും. പഠിപ്പിക്കത്തില്ലേ? പഠിപ്പിക്കും. എന്ത് പ്രാർത്ഥിച്ചാലും തരും. എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം തരുമോ? എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം കൊടുക്കുന്ന ആർക്കെന്നറിയാമോ? ലൂക്കോസ് 4 നിങ്ങൾ വായിച്ചാൽ മതി. ലൂക്കോസ് 4 യേശു ക്രിസ്തുവിനെ പിശാച് മുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, വീണൊന്ന് നമസ്കരിച്ചാൽ എല്ലാം നിനക്ക്. അവനെ നമസ്കരിച്ച യേശുവിൻ്റെ അടുത്തൊന്നും പറഞ്ഞേ എല്ലാം കിട്ടാൻ. അപ്പച്ചൻ ആരാധിക്കാത്ത എത്രയോ പേർക്ക് ലോകത്തിലുള്ള സമ്പത്തുണ്ട് സഹോദരങ്ങളെ. പക്ഷെ അവർക്കില്ലാത്ത ഒന്നും നമുക്കുണ്ടാകാതെ കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. ബ്ലൈഡുകാർക്ക്, പട്ടിക്കാർക്ക്, പൈസ കൊടുക്കുന്നവർക്ക്, മറ്റേ എത്ര യേശുവിനെ ആരാധിക്കാത്ത ആൾക്കാർക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദികൾക്ക് കോടിക്കണക്കിന് ആസ്തിയിൽ അവർ ഏത് ദൈവത്തെ വിളിച്ചിട്ടാ? ഈ ആകാശവും ഭൂമിയും നമുക്കുണ്ട്. വായു, കാറ്റ് കിട്ടുന്നു. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രം കാറ്റ് കൊടുക്കാം. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രം വായു കൊടുക്കാം. ദൈവത്തിൻ്റെ മക്കൾ മാർഗം ഇത്ര വെയിൽ കൊടുക്കാം, മഴ കൊടുക്കാം എന്ന് ദൈവം മാറ്റി വെച്ചിരിക്കുകയാണോ? ആണോ? ഇതെല്ലാവർക്കും കിട്ടും. സമ്പത്ത് കിട്ടും. ഈ ലോകത്തിലുള്ള സകലതും കിട്ടും. അത് പ്രാർത്ഥിക്കുന്നവനും കിട്ടും, പ്രാർത്ഥിക്കാത്തവനും കിട്ടും. എന്നാൽ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവനെ യേശുവിനെ കിട്ടുള്ളൂ, പ്രാർത്ഥിക്കാത്തവൻ യേശുവിനെ കിട്ടൂല. ഇനി കേട്ടോ, കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനെ പ്രാപിച്ചാലേ കർത്താവിനെ കിട്ടൂ. അല്ലാതെ ലോകത്ത് സമ്പത്ത് കിട്ടുമ്പോൾ യേശുവിനെ കിട്ടത്തില്ല. യേശുവിനെ കിട്ടിയാൽ മുഴുവനും ആരുടേതാ? യേശുവിൻ്റേത്. യേശു അതത് സമയത്ത് എനിക്ക് വേണ്ടുന്നത്, കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തുകാള പൂരയൊന്നും നിറയ്ക്കുന്നില്ല, വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഈ കത്തിയിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമല്ല അങ്ങ് ചുമലിൽ. എനിക്കായി കരുതുവാൻ ഈ കത്തിയിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമല്ല അങ്ങ് ചുമലിൽ. ഹല്ലേലൂയ. കോവിഡ് വന്നപ്പോൾ എന്നെ പോലെ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, മാനസാന്തരപ്പെട്ട, അഭിഷേകം പ്രാപിച്ച ആരും മരിച്ചില്ലേ? പറ, മരിച്ചില്ലേ? രക്ഷിക്കപ്പെട്ടവർ മരിച്ചില്ലേ? കോവിഡ് അങ്ങോട്ട് നീങ്ങിയില്ല, ഞാൻ രക്ഷിക്കപ്പെട്ട ആൾ അങ്ങനെ നിർത്തിയ ദൈവം ഇല്ല. എല്ലാവരും മരിച്ചു സ്നേഹിതരെ. യേശുവിനെ എനിക്ക് കിട്ടിയാൽ നമ്മളിവിടെ പരദേശികളാണ്. പക്ഷെ പരദേശികളെ നമ്മൾ ഭാഗ്യശാലിയാണ്. കാരണം നമുക്കൊരു രാജ്യമുണ്ട്, അപ്പനുണ്ട്, നമുക്കൊരു വീടുണ്ട്. ആ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ചെല്ലുന്നത്? എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ ചെന്ന് കയറും? എങ്ങനെ കയറും? അയ്യോ തുറക്കണേ, എൻ്റെ വീട്ടിൽ ചെന്ന് തുറക്കണമെന്ന് പറയോ? ഇപ്പോൾ ഈ പാസ്റ്റർ വീട്ടിൽ ഞാൻ വന്നാൽ പാസ്റ്റർ ഹോളിൽ ബെല്ലടിക്കും. കിട്ടിയില്ലെങ്കിൽ, ആ ബെല്ലില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അകത്ത് വാതിലൊന്ന് കയറി തട്ടും. ചിലപ്പോൾ ഒന്ന് വിളിച്ച് പുറത്തുകൂടെയൊക്കെ ഒന്ന് പോയി നോക്കും. കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പാസ്റ്റർ വീട്ടിൽ കയറാൻ പറ്റുമോ? ഇല്ല, പതുക്കെ അങ്ങ് വീട്ടിൽ പോകും. പക്ഷേ എൻ്റെ വീട്ടിലാണ് താക്കോലൊന്നുമില്ല, അവിടെ തള്ളിയിട്ട് മുന്തിട്ട് ഒരു രക്ഷയില്ല. ഇനി എന്തായാലും അത് അവിടെ കിടക്കട്ടെ, അടുത്തൊരു വീട്ടിൽ പോകുന്നതിന് പോവോ? പിന്നെ എന്ത് ചെയ്യും? ഏത് റൂട്ടിലൂടെങ്കിലും എവിടെ കയറും? ധാരാളമായിട്ട് ആരെ വീട്ടിൽ കയറും? എൻ്റെ വീട്ടിൽ. എനിക്കൊരു വീടുണ്ട് ഇവിടെ. എങ്ങനെയെന്ന് കയറുന്നത്? ഒന്ന് തട്ടി മുട്ടി വല്ല വിധേനൊന്നും കയറിയെന്നല്ല, പിന്നെ അപ്പൻ്റെ വീട്ടിൽ അപ്പൻ്റെ മക്കൾ ധാരാളമായി. എബ്രായരിലുണ്ട് ആ വാക്യം, ധാരാളമായി. അപ്പൻ്റെ മക്കൾ അപ്പൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പനുള്ളത് എൻ്റെതാണ്. ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ഉറപ്പുണ്ട്. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ചവറിലല്ല അവർക്ക് ഉറപ്പ്. അപ്പോസ്തലൻ ഇതെല്ലാം ഉപേക്ഷിച്ചു, നമ്മൾ അതിനെല്ലാം തൂക്കി പിടിച്ചു. ഏത്? അപ്പോസ്തലൻ യേശുവിനെ കണ്ടപ്പോൾ എല്ലാം ലാഭമുള്ളതും എല്ലാം ഉള്ളതും ഇല്ലാത്തതും യേശുവിനെ ഓരോ സമയം വെളിപ്പെട്ടപ്പോൾ, സ്തോത്രം, ആദ്യം കർത്താവ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് ലാഭമുള്ളതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണ.
എന്ന് പറഞ്ഞ് ലാഭമുള്ളതെല്ലാം കൊടുത്തോണ്ടിരുന്നു. നമ്മളെ പോലെ കർത്താവ് ഇത്ര ഞാൻ ഇന്നത് ചെയ്തു, അതിന് ലാഭം ഇത്ര കിട്ടി, നിനക്ക് തരാം, പള്ളി കൊണ്ട് കൊടുത്തു അല്ലേ? കൊടുത്തില്ലേ? അപ്പോൾ അടുത്ത് കർത്താവ് കുറേയും കൂടെ ആർക്ക് വെളിപ്പെട്ട് കൊടുത്തു? പൗലോസിനെ. അപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് സേട്ട നിമിത്തം ഞാൻ ലാഭമല്ല സകലതും, എനിക്കുള്ളതല്ല സകലതും ഞാനിത് എങ്ങനെ പറ ചവറന്ന്. അപ്പോഴുണ്ട് ഞാൻ 41 ദിവസം ഉപവസിച്ച് ആ ചവറിനെ ഒറ്റപ്പടി ഭർത്തൻ്റെ വീട്ടിലെ ഏത് ചവറ്? പേരും പ്രശസ്തിയും പദവിയും അയാൾ എറിഞ്ഞതെല്ലാം ആരും ഉപവസിച്ച് പിടിച്ചെടുത്തു. ശാലിനി സിസ്റ്റർ ഇപ്പം മനസ്സിലായോ? മറ്റനേകർ യേശുവിനെ കണ്ടപ്പോൾ അവർക്ക് കിട്ടിയാലും വിഷയമല്ല, കിട്ടിയില്ലെങ്കിലും വിഷയമല്ല. നമുക്കൊരു വിശപ്പിനുള്ള ആഹാരം എത്ര ഇരുന്നാലും കഴിക്കുന്നതല്ലേ കഴിക്കുള്ളൂ. ഒരു ദിവസത്തേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ആർക്കറിയാം? നാളെ എന്ത് വേണമെന്ന് എനിക്കറിഞ്ഞൂടാ, ആർക്കറിയാം? മറ്റന്നാ എന്ത് വേണമെന്ന് എനിക്കറിഞ്ഞൂടാ, ആർക്കറിയാം? ഇതിനിടയ്ക്ക് നാളെ യേശു വന്നാലോ? ഓ ആമേൻ. വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. അപ്പൊ യേശു എന്നെ തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടി നിന്നറിയാമോ? കർത്താവ് മൂത്തയാളായി എന്നെ ഇളയാളാക്കി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനാക്കി, സഹോദരിയാക്കി. യേശു ആദ്യജാതനാണ്, ഏകജാതനാണ്. ഏകജാതനായി യേശുവിനെ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ച് അപ്പൻ്റെ കൃപകൾ ഓരോന്നായി എൻ്റെ അകത്ത് പകർന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തലയോളം നേരത്തെ വായിച്ചേ, എഫേസ്യർ വായിച്ചേ. ക്രിസ്തു വിശ്വാസത്താൽ, ഈ വിശ്വാസത്തിൽ നിന്നാണ് പോയത്. വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്, എന്റെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരുടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തിൽ കവിയുന്ന. കണ്ടോ, ഇതൊക്കെ ഗ്രഹിക്കാനുള്ളതാണ്. ഇതെല്ലാം യേശുവിനെ വെളിപ്പെടാതെ എങ്ങനെ ഗ്രഹിക്കും? യേശു എന്നെ എങ്ങനെ സ്നേഹിച്ചെന്ന്, നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചെന്ന് അറിയണമെങ്കിൽ എന്നെ ഏറ്റവും ഉപദ്രവിക്കുന്ന ശത്രുവിനെ മുറ്റത്ത് കയറിപ്പോലെന്ന് പറയുന്നവൻ്റെ മുറ്റത്ത് കയറി ചെന്ന് അവൻ്റെ വീട്ടിൽ കയറി ചെല്ലാനൊരു കൃപ വേണം. അവൻ മാരി എറിഞ്ഞാലും ചവിട്ടിയാലും നിന്ന് ക്ഷമിച്ച് അവൻ എത്ര തള്ളിവിട്ടാലും ചേർത്ത് പിടിക്കാനുള്ള സ്നേഹം എനിക്കുണ്ടോ? 2 പ്രാവശ്യം പോകുമ്പോൾ കർത്താവ് 2ാമത്തെ പ്രാവശ്യം അയാൾ ചീത്ത വിളിച്ചു, ഇനി ഞാൻ ആ വീട്ടത്ത് മുറ്റത്തെ. പക്ഷെ യേശു അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒറ്റയെണ്ണം സ്വർഗത്തിൽ പോവോ? ഇതാണ് ക്രിസ്തുവിൽ നോക്കിയാലേ ഇതിനെ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് യേശുവിനെ എബ്രായരിൽ പറയുന്നത്, നിങ്ങൾ ശ്രേഷ്ഠ മഹാപുരോഹിതനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം യേശു എന്നെ ഇത്രമാത്രം പാപിയായി എന്നെ സ്നേഹിച്ചത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ, സ്നേഹത്തിൻ്റെ വീതി, ആഴം, ഉയരം എന്തെന്ന് അറിയണമെങ്കിൽ, സ്നേഹിതരെ നമുക്കെതിരെ നമുക്ക് ഏറ്റവും മോശമായിട്ട് നമ്മെ തകർക്കുന്ന വ്യക്തികളുടെ അടുക്കൽ ചെന്ന് അവരെ സ്നേഹിക്കുമ്പോൾ മനസ്സിലാകും, അയ്യോ എൻ്റെ അപ്പാ അങ്ങേക്ക് മാത്രമേ ഇത് പറ്റൂ. അതുകൊണ്ടാണ് ആ ഗിരിപ്രഭാഷണത്തിനകത്ത് മത്തായി 5 പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമ്മൾ വിചാരിച്ചത് വേറെ എന്തൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അപ്പച്ച ഞാൻ നോക്കി, അപ്പുറത്തെ വീട്ടിൽ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്ന ആളിനെ യേശു എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും അയാളെ വീട്ടിൽ ചെന്ന് അയാളെ സ്നേഹിക്കാൻ നോക്കി. പക്ഷേ എനിക്ക് പറ്റുന്നില്ല, അയാളോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, അയാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ആത്മാവിൻ്റെ ദാരിദ്ര്യം, എന്തെന്ന് ദാരിദ്ര്യം? പരിശുദ്ധാത്മാവിൻ്റെ കുറവ്. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ കുറവ്. യേശുവിലുള്ള അതേ ആത്മാവ് എൻ്റെ അകത്ത് വന്നാലേ എന്നെ ശത്രുവിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട് സ്നേഹിതരെ വചനം? ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാ? അവർക്ക് നിഗളം വരത്തില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും എപ്പോഴും തികഞ്ഞില്ല ആർക്കും. പിന്നെ നിഗളം വരത്തില്ല. എപ്പോഴും ഇനിയും വേണപ്പാ, ഇത് പോരാ, ഇനിയും വേണം അപ്പാ. ഇല്ല, യേശു സംസാരിക്കാൻ കൊണ്ട് പറ്റുന്നില്ല. കർത്താവ് ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ഇവിടെ അടിച്ചവനെ ഇവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷേ എൻ്റെ അകത്ത് അവനോട് വിരോധം വരും. ഞാനിങ്ങനെ ഇവിടെ കാണിച്ചു കൊടുത്താലും എൻ്റെ അകത്ത് നീ എന്നെ അടിച്ചല്ലേടാ, അവനോടൊരു വിരോധം വരും. പക്ഷേ ഇതുപോലും ഇല്ലാതാകണമെങ്കിൽ, തീർന്നില്ല, അടിക്കുകയും വിരോധം ഇല്ലാതിരിക്കുകയല്ല, അവനെ കെട്ടിപ്പിടിക്കാനുള്ള സ്നേഹം വരണമെങ്കിൽ എന്ത് വരണം? യേശുവിൻ്റെ കൃപ വരണം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ യേശു എങ്ങനെ വേശ്യ സഹോദരെ സ്നേഹിച്ചു, യേശു എങ്ങനെ ചുങ്കക്കാരെ സ്നേഹിച്ചു, യേശു എങ്ങനെ പാപികളെ സ്നേഹിച്ചു. ഇനി അവരാരെ നോക്കണ്ട, കൊടും പാപിയെ എന്നെ എങ്ങനെ സ്നേഹിച്ചു യേശു.
നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ പറഞ്ഞതും ചെയ്തതും തള്ളിപ്പറഞ്ഞത് എത്ര പ്രാവശ്യം അപ്പൻ്റെ അടുക്കൽ അപ്പനെ തള്ളി എറിഞ്ഞിട്ട് ആ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഓടി. എന്നിട്ടും നമ്മളെ കൈവിട്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഞാൻ എന്തെല്ലാം യേശുവിന് വിരോധമായിട്ട് പറഞ്ഞിട്ടും യേശുവിന് എന്നോടുള്ള സ്നേഹം കൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ വചനം? സ്നേഹം കൊണ്ടാണ് യേശു എന്നെ വെട്ടിക്കളയാത്തത്. 1 വർഷം കൂടെ നിൽക്കട്ടെ, മേലായി കായ്ച്ചെങ്കിലോ, കായ്ച്ചില്ലെങ്കിൽ അതിനെ വെട്ടിക്കളയാം. അപ്പൻ്റെ ഇഷ്ടം ഞാൻ എൻ്റെ യേശുവിനെ പോലെ ആകണമെന്നാണ്, യേശു എന്നിൽ നിറയണമെന്നാണ്. എനിക്ക് സ്വത്രം. നമ്മുടെ മക്കളൊക്കെ തെറ്റിപ്പോകാൻ കാരണം എന്നറിയാമോ? നമ്മുടെ മക്കൾക്ക് കുഞ്ഞിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. മക്കളെ എന്ത് പ്രാർത്ഥിച്ചാലും യേശു ഇപ്പം തരും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബാഗില്ല, മക്കൾ പ്രാർത്ഥിയില്ലേ? ഷർട്ടും പാൻറ്റും ഇല്ല, പ്രാർത്ഥിയില്ലേ? കിട്ടും, ദൈവം കിട്ടും, ദൈവം തരും. അപ്പോഴുണ്ട് അപ്പനും അമ്മയും തന്നെ വാങ്ങി കൊടുക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധുക്കളോ പള്ളിയിലുള്ള ആരെങ്കിലുമൊക്കെ വാങ്ങി മക്കൾക്ക് കൊണ്ട് കൊടുക്കൂലേ? അപ്പോൾ അവർ വിചാരിക്കും യേശു അപ്പം തന്നാന്ന് വിചാരിക്കും ഇല്ലേ? കുറച്ച് ദിവസം കഴിഞ്ഞ് ക്ലാസ്സിൽ പോയി. അപ്പോൾ അവിടെ മുസ്ലിം കുഞ്ഞുങ്ങളുണ്ട്, ഹൈന്ദവ കുഞ്ഞുങ്ങളുണ്ട്, ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങൾ എവിടെ ഉണ്ട്? ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനോട് പറയും, മക്കളെ യേശു അപ്പം നിനക്ക് ഫുൾ മാർക്ക് തന്നെ, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പിള്ളേർ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പരീക്ഷ എഴുതാൻ, വെള്ളം പോലും കുടിക്കാതെ പരീക്ഷകളിൽ. അപ്പോൾ കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും പോലും അറിഞ്ഞുകൂടാ അല്ലേ? റിസൾട്ട് വന്നപ്പോൾ തോറ്റു. അപ്പോൾ യേശുവിന് കഴിവില്ലേ? നമ്മൾ പറഞ്ഞെന്തോന്നാ? മക്കൾ പ്രാർത്ഥിച്ചാൽ മതി, ജയിക്കും. പക്ഷേ അവൻ വന്ന് പറഞ്ഞു, അമ്മ ആ കൊച്ചുണ്ടല്ലോ പള്ളി വരുന്നില്ല, ദൈവത്തെ ആരാ? ആ കൊച്ചിന് 100 ഞാൻ ഉപവസിച്ച് യേശുവാണ് ദൈവം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച എനിക്ക് 35 മാർക്ക് ജയിച്ചില്ല, 30 മാർക്ക് ഞാൻ ജയിച്ചില്ല. അമ്മ ആ ഇന്ന കുഞ്ഞുണ്ടല്ലോ, ദൈവം ഇല്ലെന്ന് പറയുന്ന ആളാ, ആ കുഞ്ഞിന് ഫുൾ മാർക്ക്. അവരുടെ ദൈവം തന്നെ അമ്മ സത്യം. മറ്റേ നിരീശ്വരവാദി പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയും ദൈവം ഇല്ലെന്ന് പറഞ്ഞ അവൻ പറഞ്ഞ കറക്റ്റാണ്, അവന് 100 കിട്ടിയില്ലേ? പിന്നെ ദൈവം ഉണ്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ച എനിക്കെന്ത് കിട്ടാത്തേ? എന്താ കിട്ടാത്തേ? കർത്താവ് കള്ളം കാണിച്ച് പഠിക്കാതെ പോയി പരീക്ഷ എഴുതിയ മാർക്ക് തരാമെന്ന് പറഞ്ഞോ? നമ്മൾ പഠിച്ചില്ല. അതിനാരുടെ തലയിൽ പോയി? കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് കുഞ്ഞിലേ വീണു. അടുത്ത് 10 ആയി, +1 ആയി, +2 ആയി, ജോലി കിട്ടിയില്ല, പാസ്സായില്ല. കൂടെ ഇരുന്നത് ദൈവത്തെ ആരാധിക്കാത്ത, സത്യദൈവത്തെ ആരാധിക്കാത്ത എല്ലാ പിള്ളേരും പാസ്സായി, നല്ല ജോലിയിൽ കയറി. മറ്റേ ആളെന്ന് പറയും കർത്താവിനെ ആരാധിച്ചത് കണ്ടോ? എടാ നിൻ്റെ ദൈവം നിനക്കിതൊന്നും തന്നില്ലല്ലോ, എനിക്കുള്ളത് കണ്ടോ? എല്ലാം തന്നു കണ്ടോ? ഞാൻ പള്ളി പോയില്ല, ഞാൻ നേർച്ച കൊടുത്തില്ല, ഞാൻ രാത്രി ഇരുന്നില്ല, ഞാൻ ഉപവസിച്ചു, എല്ലാം തന്നില്ലേ? ഞാൻ അതല്ലേ പറഞ്ഞേ, ഈ ലോകത്തിലുള്ള മുഴുവനും എല്ലാവർക്കും കിട്ടും. പക്ഷേ യേശുവിനെ കിട്ടണമെങ്കിൽ, യേശുവിനുള്ളത് കിട്ടണമെങ്കിൽ, യേശുവിൻ്റെ സ്വഭാവം കിട്ടണമെങ്കിൽ, യേശുവിൻ്റെ ഭാവം കിട്ടണമെങ്കിൽ, യേശുവിൻ്റെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഈ വചനം എൻ്റെ അകത്ത് വരണമെങ്കിൽ, ഈ വചനപ്രകാരം യേശുവിൻ്റെ പ്രവൃത്തിയും ജീവിതവും പ്രസംഗവും ഒന്ന്. പ്രവൃത്തി തന്നെയാണ് പ്രസംഗം, പ്രസംഗം തന്നെയാണ് ജീവിതം. പക്ഷെ നമ്മളോ പറയാൻ നമുക്ക് 100 നാവല്ലേ വചനം, പക്ഷെ ജീവിതത്തിനകത്തോട്ട് വരുന്നില്ല. നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തൂലേ? കണ്ടോ? അപ്പൊ കുറ്റപ്പെടുത്തും, ഞാൻ എല്ലാം തികഞ്ഞു വന്ന്. ഇല്ല ഇല്ല ഇല്ല, സ്വതന്ത്രം ഇല്ല. യേശുവിനെ യഥാർത്ഥമായി കണ്ടുമുട്ടിയ ഒരു വ്യക്തി കുറ്റപ്പെടുത്തൂല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? എന്തോന്നാണ് സിസ്റ്റർ ഈ പ്രസംഗം? സമയവും തീരാറായി, നിങ്ങൾ നേരെ മണ്ണൊന്നും പറയുന്നില്ലല്ലോ. ഇതെന്തോന്നാ? കർത്താവായ യേശു ക്രിസ്തുവിനെ കിട്ടിയാൽ ബാക്കി എല്ലാം കിട്ടും. യേശു എൻ്റെ അകത്ത് വന്നില്ലെങ്കിൽ, യേശുവിൻ്റെ സ്വഭാവം വന്നില്ലെങ്കിൽ, എൻ്റെ വീട്ടിനകത്ത് ഒരു ജീവിതവും, എൻ്റെ പ്രസംഗത്തിൽ വേറൊരു ജീവിതവും, ആൾക്കാരുടെ മുമ്പിൽ ഒരു ജാടയും ഒരു അഭിനയം ഉണ്ടെങ്കിൽ, ശാലിനി സിസ്റ്റർ പ്രസംഗിച്ചിട്ടെന്ത്, പള്ളി പോയിട്ടെന്ത്, എൻ്റെ അപ്പൻ്റെ അടുക്കൽ അവിടെ കാണത്തില്ല. ഞാൻ പറയാ, എൻ്റെ അകത്ത് യേശു ഇറങ്ങിയാൽ എൻ്റെ A to Z മേഖലയ്ക്കകത്തും ജീവിതത്തിനകത്ത് മാറ്റം കാണും, സ്വഭാവത്തിനകത്ത് മാറ്റം കാണും, നോട്ടത്തിനകത്ത് മാറ്റം കാണും. മറ്റൊരാളിൻ്റെ കുറ്റം കാണൂല, എൻ്റെ കുറ്റമേ എൻ്റെ കണ്ണിൽ കാണൂ. തെളിവ് വേണം വേദപുസ്തകത്തിൽ തെളിവുണ്ട്. ഈയോവനെ വായിക്കുമ്പോൾ, ഈയോവനെ ധ്യാനിക്കുമ്പോൾ, ഈയോവനൊന്ന് നോക്കിയേ, ഈയോവ് എന്താ ചെയ്തേ? ഈയോവനെ കുറിച്ച് പിശാച് പറഞ്ഞു, ഇവൻ നിഷ്കളങ്കൻ, ദോഷം വിട്ടകന്നവൻ, ദൈവഭക്തൻ, ഇവനെ പോലെ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? പിശാച്. ദൈവം എന്താന്ന് പറഞ്ഞേ? ഈയോവിൻ്റെ മേൽ ദൃഷ്ടി വെച്ചോ, അവനെ പോലെ നിഷ്കളങ്കന്, നേരുള്ളവനും, ദോഷം വിട്ടകന്നവനും, ദൈവഭക്തനുമായ ഒരുത്തനെയും ഇല്ലല്ലോ. കണ്ടോ? പറഞ്ഞോ? ദൈവസാക്ഷി പറഞ്ഞില്ലേ? പിശാച് സാക്ഷി പറഞ്ഞില്ലേ? എന്നാൽ 42-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ, ഈ 42:6.
ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത്. ആരെ കണ്ടപ്പോൾ? എൻ്റെ അപ്പനെ കണ്ടപ്പോൾ. തൊട്ട് മുമ്പ് എഴുതിയിരിക്കുന്നതിൽ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന് സ്തോത്രം, കർത്താവേ, അങ്ങയുടെ ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, എന്നാൽ അങ്ങയെ കണ്ടപ്പോഴോ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. വെറുതെ ഞാൻ പൊടിയിലും ചാരത്തിലും ഞാൻ കിടന്ന് അനുഭവിക്കുന്നു. അയ്യോ എൻ്റെ ദൈവമേ! ഒരു യഥാർത്ഥ ദൈവഭക്തൻ എപ്പോൾ യേശുവിനെ കണ്ടാലും, യേശുവിനെ കണ്ടിട്ടുള്ള പൈതൽ മറ്റൊരാളിനെ വിരൽ ചൂണ്ടി നീ അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറയത്തില്ല. നമ്മൾ തികഞ്ഞെന്ന് ഒരിക്കലും തോന്നത്തില്ല. എന്തുകൊണ്ട്? അപ്പനെ കാണും തോറും നമ്മളുള്ള കുറവ് മുൻപിൽ വരും. നമ്മളിലുള്ള അടുത്തിരിക്കുന്ന ആളുടെ അല്ല നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ പ്രസംഗം അപ്പുറത്തുള്ള അണ്ണൻ്റെ തന്നെ ആയിരുന്നു, ഇതല്ലേ പറയുന്നത്? ഇന്നത്തെ പ്രസംഗം അവൾ വന്നില്ല, അവക്കുള്ളതായിരുന്നു, അവൾ വന്നുമില്ല, നമ്മൾ പറയുന്നില്ലേ? പക്ഷെ പ്രസംഗം നമുക്കുള്ളായിരുന്നു. കണ്ടോ, നമ്മൾ വിധിച്ചാരെയാ? കർത്താവ് പറഞ്ഞതാരെയാ? നമ്മൾ വിധിച്ചതാരെയാ? അടുത്തിരുന്ന ആളിനെ. അപ്പം നമ്മൾ ആ വചനം ഏറ്റെടുത്തില്ല. പിന്നെ എന്ത് ചെയ്തു? അടുത്തുള്ള ആളിനെ വിട്ടുകൊടുത്തു, പാസ് ചെയ്ത് കൊടുത്തു. പൊയ്ക്കോ, നീ എടുത്തോണ്ട് പോന്നു. കണ്ടോ, അതല്ലേ ഇന്നലെ ഞാൻ പ്രസംഗിച്ച് പറഞ്ഞില്ലേ? ആ പരീക്ഷൻ്റെ വീട്ടിൽ ആര് പോയി? ഈ 10,000 പേർക്ക് സുന്ദരനായ യേശു പോയി. പക്ഷെ പരീക്ഷന് കർത്താവിനെ കാണാൻ പറ്റിയില്ല. പക്ഷെ പാപിനിയായ ശമരിയ സ്ത്രീയല്ല, പാപിനിയായ സഹോദരി ആരെ കണ്ടു? യേശുവിനെ കണ്ടു. തൈലം പൂശി കരഞ്ഞു. അവളുടെ പാപം ക്ഷമിക്കപ്പെട്ടു. അവൾ സന്തോഷത്തോടെ വീട്ടിൽ പോയി. അവക്കാരെയും കുറ്റം വിധിക്കാനില്ല, അവക്കാരെയും കുറവ് പറയാനില്ല, അവക്കാരെക്കുറിച്ച് ഒന്നും വിധിക്കാനോ പറയാനില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇയ്യോബ് എൻ്റെ അപ്പനെ കണ്ടപ്പോൾ ഈ ദൈവം സാക്ഷ്യപ്പെടുത്തി, പിശാച് സാക്ഷ്യപ്പെടുത്തി. അതേ ഇയ്യോബ് യേശുവിനെ കണ്ടപ്പോൾ, എൻ്റെ ദൈവത്തെ കണ്ടപ്പോൾ അവൻ പറയുന്നു, അയ്യോ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയിലും ചാരത്തിലും വീഴുന്നു. എന്താ കാര്യം? അയാളിലുള്ള പാവം വെളിപ്പെട്ട്. ഇനി അടുത്ത് ഒരു തെളിവ് കൂടെ തരാം. സ്വത്രം ഒന്നല്ല, ഒരുപാട് തെളിവുണ്ട്, എങ്കിൽ ഒന്നിൽ തരാം. ലൂക്കോസ് 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഗന്നേസർ തടാകത്തിന്റെ കരയിൽ യേശു വരുമ്പോൾ ഇതാ ശീമോൻ പത്രോസ് വല കഴിക്കൊണ്ടിരിക്കുകയാണ്. വല കഴിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ പടക് കിടക്കുന്നു. ശീമോന്റെ പടകിനെ നീക്കി കൊടുക്കാൻ യേശു പറയുന്നു. യേശു പറഞ്ഞ ഉടനെ ശീമോന്റെ പടക് നീക്കി കൊടുത്തു. യേശു അതിൽ കയറിയിരുന്ന് പ്രസംഗിച്ചു കഴിയുമ്പോൾ ശീമോനോട് പറഞ്ഞു, മോനെ ആഴത്തിലേക്ക് നീക്കി വല വീശ്. ദൈവത്തിന് സ്തോത്രം. ആഴത്തിലേക്ക് നീക്കി വല വീശി പെരുത്ത മീനും വലിച്ചു കയറ്റി. നമ്മളാണെങ്കിൽ ആ മീനിനെ കെട്ടിപ്പിടിച്ചിട്ട് യേശുവിനെയും വേണ്ട, ആരെയും വേണ്ട. നമ്മുടെ കണ്ണാണെങ്കിൽ ആ മീനിലേക്കേ പോകും. പത്രോസ് മീനിലേക്കല്ല പോയ യേശുവിൻ്റെ മുൻമുട്ട് മടക്കിയിട്ട് പറഞ്ഞു, അപ്പാ എന്നെ വിട്ടു പോകണം, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. പത്രോസിൻ്റെ കണ്ണിൽ വന്നത് മീനല്ല, പിന്നെ എന്താ വന്നേ? യേശുവിനെ കാണേണ്ടുമെന്ന് ഞാൻ കണ്ട ഒരു വ്യക്തി ഞാൻ കുറ്റപ്പെടുത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ജീവിതത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റം വരട്ടെ. വായിച്ചേ അടുത്ത വചനം, നേരത്തെ വായിച്ച വചനം. എഫേസ്യർ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാൻ അടുത്ത് പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം ദൈവം ഇട്ടിരിക്കുന്നതാണ്. ശാലിനി ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞ് വേല തികച്ച് എൻ്റെ അടുത്ത് വരണം. നമ്മളിവിടെ ദൈവത്തിൻ്റെ നിറവല്ല നിറയുന്നത്. നമ്മൾ എന്തൊക്കെയൊക്കെ നമ്മുടെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക്, അയ്യോ ഇത് അതൊന്നും ഒരു ചുക്കുമല്ല സ്നേഹിതരെ. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം തരാൻ വിശ്വസ്തനാണ്. അത് നമ്മൾ ചോദിക്കാതെ തന്നെ തരും. ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഞാൻ നിങ്ങൾക്ക് സകലവും തരും. ജാതികളെ പോലെ ജൽപ്പന ചെയ്ത്, ജാതികളെ പോലെ നിങ്ങൾ മുഖം പാടിക്കരുത്. നിങ്ങളുടെ ഉപവാസം മറ്റാരും അറിയരുത്. നിങ്ങളുടെ ഉപവാസം രഹസ്യമായിരിക്കണം, നിങ്ങളുടെ പ്രാർത്ഥന രഹസ്യമായിരിക്കണം. ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥന യേശു പഠിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വചനം വായിച്ചേ. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ശാലിനി ആരെപ്പോലെ ആകണമെന്നാണ് എന്നെ വിളിച്ചെന്തിനാ? നിങ്ങളെ വിളിച്ചെന്തിനാ? ഇവിടെയുള്ള കുറച്ച് വാങ്ങി കൂട്ടി വയ്ക്കാനാണോ? മക്കൾക്ക് കൊടുത്ത്, മരുമക്കൾക്ക് കൊടുത്ത്, അവരെ മക്കൾക്ക് അടുത്ത തലമുറയ്ക്ക് വാങ്ങി, അടുത്ത തലമുറയ്ക്ക് എല്ലാം തരട്ടെ, എല്ലാം ദൈവം തരട്ടെ, ബഹു സമ്പത്തുള്ളവരായി മാറട്ടെ. പക്ഷെ പിടിക്കരുത്, പോക്കാണ്, കത്തും. ഇതെല്ലാം കത്തിപ്പോകേണ്ടതാണ്. സ്തോത്രം. നോക്കിയേ, ഇതിനു വേണ്ടിയാണോ? അല്ല. പിന്നെയോ എൻ്റെ കർത്താവിൻ്റെ കൃപ, എൻ്റെ അകത്ത് ആ സ്വഭാവം, ആ ഭാവം യേശുവിനെ പോലെ ഒന്നായെങ്കിൽ, യേശുവിനെ പോലെ ഒന്നാകണം എന്നുള്ള ദാഹം എനിക്ക് വരികയും അപ്പൻ്റെ മുമ്പിൽ വീണ് കിടക്കുകയും അപ്പൻ്റെ എല്ലാം നിറവിനോളം നിറഞ്ഞു വരുവാൻ. അപ്പാ ഏതുമല്ലപ്പാ, അപ്പൻ സംസാരിച്ച പോലെ എനിക്ക് പറ്റുന്നില്ല, അപ്പൻ ഇടപെട്ടോലെ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ യേശു പാപികളെ സ്നേഹിച്ചോലെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. യേശു ആരെയും കുത്തിക്കീറിയില്ല, കുറ്റപ്പെടുത്തിയില്ല, ആരെയും പരിഹസിച്ചില്ല, ആരെയും വിമർശിച്ചില്ല, ആരെയും തരം താഴ്ത്തിയില്ല. എൻ്റെ അപ്പാ അങ്ങ് ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങ് സ്നേഹിച്ചതുപോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. 1 or 2 വട്ടം ഞാൻ എൻ്റെ മക്കളോട് ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ പ്രാർത്ഥനയും പോയി ബൈബിളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് 2 കൊടുത്തിട്ട് ഇതാണ് നമ്മൾ. പക്ഷേ യേശു അതല്ല. എങ്കിൽ നമ്മൾ ഒറ്റ എണ്ണം ഇവിടെ കാണത്തില്ല.
യേശുവിലേക്ക് നോക്കുമ്പോൾ അറിയാം. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ ആഗ്രഹം ഇതാണ്. ഒരു വാക്യം കൂടെ വായിച്ച് മറ്റേലേക്ക് പോകും. പെട്ടെന്നെടുത്ത് ദൈവത്തിന് സ്തോത്രം. എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് വളരെ വേദനയോടെ പറയുന്ന ഒരു വാക്യമാണ്. അപ്പോൾ സ്തോത്രം, എബ്രായർക്ക് ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 12 മുതൽ വായിച്ചേ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടകന്മാർ ശ്രദ്ധിക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട കാലം നോക്കിയാൽ, മാനസാന്തരപ്പെട്ട കാലം നോക്കിയാൽ, അഭിഷേകം പ്രാപിച്ച കാലം നോക്കിയാൽ, അപ്പനെ കണ്ടുമുട്ടിയ കാലം നോക്കിയാൽ, സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയ കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടകന്മാർ ആയിരിക്കേണ്ട നിങ്ങൾക്ക് നമ്മൾ ആരായിരിക്കേണ്ടവരാണ്? 25 വർഷം, 35 വർഷം, 45 വർഷം, 55 വർഷം ആയി, ശരി. പക്ഷെ ഇന്ന് നമുക്കൊന്നിനും പറ്റുന്നില്ല. വായിച്ച് ഉപദേഷ്ടകന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും. ആദ്യ പാഠം എന്ന് പറഞ്ഞാൽ എന്തോന്നാ? കുഞ്ഞുങ്ങൾക്ക് എന്തോന്നാ കൊടുക്കുന്നേ? പാല്, കട്ടിയുള്ളതൊന്നും കൊടുക്കത്തില്ലല്ലേ? പാല് കൊടുക്കും. മക്കളെ പ്രാർത്ഥിച്ച ഇത് കിട്ടും, ആണ് പാല്. മക്കൾ പ്രാർത്ഥിച്ച് ഈ പ്രശ്നമൊക്കെ പോകും. പാല് കൊടുത്ത എന്തോന്നാ? കുഞ്ഞിനതേ പറ്റൂ അല്ലേ? പാല് കൊടുത്ത് നമ്മൾ നടക്കുക. പാലല്ല കൊടുക്കണ്ടേ? കട്ടിയായിട്ടുള്ള വചനം വായിച്ചേ. അടുത്ത വരി. ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ച് തരുവാൻ ആവശ്യമായിരിക്കുന്നു. ആദ്യ പാഠം, അടിസ്ഥാന വചനം. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യം. പാലത്രേ. ഇത്രയും വർഷം കൊണ്ട് പ്രാർത്ഥിച്ച് ആരാധിച്ച് നടന്നിട്ട് ഇപ്പോഴും പറയുന്നു സ്തോത്രം, നിങ്ങൾക്ക് പാലാണ് ആവശ്യം. അന്ന് വന്നപ്പോൾ ഇപ്പോഴും അതുപോലെ കിടക്കെ. ഒരു വളർച്ചയും ആത്മീകമായിട്ട് ഒരു വളർച്ചയുമില്ല. നമ്മുടെ ആത്മീക വളർച്ച എന്ന് എന്തോന്നാണ്? ഞാൻ ഇന്നലെ 2 മണിക്കൂർ പ്രാർത്ഥിച്ചു, ഇന്ന് 2.5 മണിക്കൂർ പ്രാർത്ഥിച്ചു. അതാണോ വളർച്ച? ഞാൻ കഴിഞ്ഞ വർഷം ഉപവസിക്കുമ്പോൾ 3 ദിവസം ഉപവസിക്കും, ഇപ്പം ഞാൻ 10 ദിവസം ഉപവസിക്കും. അതാണ് വളർച്ച. പിന്നെ എന്തോന്നാ വളർച്ച? എൻ്റെ സ്വഭാവം പാപ സ്വഭാവം അല്ലെങ്കിൽ യേശുവിനെ പോലെ അല്ലാതെ കിടന്ന ഭാഗത്ത് യേശുവിൻ്റെ സ്വഭാവം നിറഞ്ഞ് ഓരോ ഭാഗത്തും ക്രിസ്തുവിനെ പോലെ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതാ വളർച്ച. അതാ വളർച്ച. നമ്മളെ വളർച്ച ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ മാസം ഞാൻ 1 പ്രസംഗിച്ചുള്ളൂ, ഈ മാസം ഞാൻ 45 പ്രസംഗം. ഭയങ്കര വളർച്ച അല്ല. പ്രസംഗിക്ക് ആർക്കറിഞ്ഞൂടെ? നിങ്ങൾ പ്രസംഗ മത്സരം കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങളെല്ലാം കാണാപ്പാടം പഠിച്ചിട്ടില്ലേ പ്രസംഗിക്കുന്നത്? അവർ ട്രോഫി വാങ്ങുന്നില്ലേ? അവർ പ്രസംഗിക്കുന്നത് എന്തിനാ? ട്രോഫിക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ അതല്ല വളർച്ച. യേശുവപ്പച്ചൻ്റെ സ്വഭാവം എൻ്റെ അകത്ത് വന്ന് എൻ്റെ ജഡത്തിൻ്റെ പ്രവർത്തികൾ മരിച്ച് ഓരോ ദിവസവും പാപത്തെ ജയിച്ച് തഴക്കത്താൽ ഇന്ദ്രിയ ജയമുള്ളവരായി ഓരോ സെക്കൻഡും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ എല്ലാം നിറവിനോളം നിറഞ്ഞ് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എനിക്ക് എല്ലാ സമ്പത്തും കിട്ടിയെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വല്ല സന്തോഷം തോന്നുമോ? ഇല്ല. പിന്നെ ദൈവത്തിന് സന്തോഷം തോന്നുന്ന ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ, ഒരു പാവി യേശുവിൻ്റെ അടുക്കൽ പാപം വിട്ടു തിരിഞ്ഞു വരുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ഇന്ന് രാത്രി ഒന്നുകൂടെ വായിച്ചേ. 13, 14 ടക്കനെ വായിച്ചേ. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഏത് പ്രായം? കർത്താവിൻ്റെ കൃപ ഇറങ്ങി ആ കർത്താവിലുള്ളത് നിറഞ്ഞ് നമ്മളിലൂടെ വരണം. അത് നമ്മളെ മക്കൾ കാണണം, നമ്മളെ കുടുംബത്തിലെ അംഗങ്ങൾ കാണണം. ഇത് ഇന്ന മനുഷ്യൻ്റെ സ്വഭാവമല്ല. ഓ ഹല്ലേലൂയ. ഇത് മനുഷ്യൻ്റെ സ്വഭാവമല്ല, ഇത് യേശുവിലുള്ളതാ. ഓ നമ്മുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രവർത്തികളെല്ലാം കറപുരണ്ട തുണി പോലെ കിടക്കുന്നു എന്നാണ് കർത്താവ് നീതി പ്രവർത്തികളെ കുറിച്ച് പറയുന്നത്. അതല്ല, എന്നെ മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവ് കീഴടക്കിയിട്ട് എന്നെ അനങ്ങാൻ വിടാതെ അപ്പോസ്തലൻ പറഞ്ഞു, ആത്മാവിനെ ബന്ധിക്കപ്പെട്ടവനായി ഞാനിതാ പോകുന്നു. കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പട്ടണത്തോളം കാത്തിരിക്കുന്നത് പരിശുദ്ധൻ പറയുന്നല്ലാതെ എനിക്ക് നേരിടൽ ഒന്നും ഞാൻ അറിയുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ദൈവം തന്ന വേല എനിക്ക് തികയ്ക്കണമെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതൽ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കും, പാപത്തെ വിട്ടുതിരിഞ്ഞുകൊണ്ടിരിക്കും. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കും, കർത്താവിൻ്റെ സ്വഭാവത്തിൽ നിറയും. നമ്മളെ കാണുന്നവർ നമ്മളിലൂടെ എൻ്റെ യേശുവിനെ കാണുക. നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ മറ്റുള്ളവർ പറയും, ഇത് ഇന്ന ആളുടെ ശബ്ദമല്ലല്ലോ. കർത്താവിൻ്റെ ശബ്ദം ലാവണ്യ വാക്കുകളാ. കർത്താവിൻ്റെ വായിലൂടെ വരുന്ന വാക്ക് ലാവണ്യ വാക്ക്. അവനെ പോലെ ഇതുവരെ ആരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല.
ബൈബിളിലുള്ളതാ. അവനെ പോലെ ഇവൻ ആര് സംസാരിക്കും പോലെ, ബൈബിളിലുള്ള വാക്യം ഞാൻ പറയുന്നത്, യേശു സംസാരിക്കും പോലെ ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. എൻ്റെ യേശുവിൻ്റെ ആഗ്രഹം, നീ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും, ഒരു മിനിറ്റെങ്കിലും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച് സംസാരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ സംസാരിക്കണമെന്നാണ് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം. അതിനെന്ത് വേണം? ആത്മാവിൻ്റെ ദാരിദ്ര്യത്താൽ നിറഞ്ഞ അപ്പൻ്റെ മുമ്പിൽ വീഴണം. പരിശുദ്ധാത്മാവ് എന്നെ നിറയുക, അപ്പൻ്റെ കൃപാവരങ്ങൾ നിറയ്ക്കുക, അങ്ങയുടെ ശക്തിയെല്ലാം നിറയ്ക്കുക, എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുത്തുക. അപ്പൻ്റെ കൃപകളാൽ നിറച്ച് എൻ്റെ സ്വഭാവം മരിച്ചിട്ട് യേശുവിൻ്റെ സ്വഭാവം എന്നിൽ നിറഞ്ഞ് ഒരു ദിവസം എല്ലാം നിറവിനാളും നിറഞ്ഞ് അപ്പൻ്റെ അടുക്കലേക്ക് വരുവാൻ ആ ഒരു പ്രാർത്ഥന നമ്മുടെ അകത്ത് വേണം. ഞാൻ ആ വിഷയം വിടുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം അതിന്റെ 12-ാം അധ്യായം 40-ാം വാക്യം വായിക്കുമ്പോൾ കരങ്ങളെ ചേർത്തടിച്ച് ചീരും ഞാൻ വേഗത്തിൽ ഇമ്പവിടാതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പവിടാതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുക, മധ്യവാനിൽ വെളിപ്പെടുവാ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇൻപവിടാതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ചേരുന്ന വേഗത്തിൽ ഇൻപവിടാതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ആമേ ചേരുന്ന വേഗത്തിൽ ഇൻപവിടാതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് സുവിശേഷം അതിന്റെ 12-ാം അധ്യായം 40-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ലൂക്കോസ് 12:40. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. സ്തോത്രം. എൻ്റെ അപ്പൻ നിനയാത്ത നാഴികയിൽ എപ്പം വരുന്നെന്ന് അറിയത്തില്ല. നമ്മൾ പറയാറുണ്ട് ഇതാ വരുന്നത് ഇതുവരെ വന്നില്ലല്ലോ എന്ന് ചോദിക്കൂലേ. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തു ജനിക്കും മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകന്മാർ പഴയ നിയമത്തിൽ പ്രവചിച്ച സകല പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒന്നൊന്നായി നിറവേറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഏതാണ്ട് 95% പ്രവചനങ്ങൾ പഴയ നിയമത്തിനകത്ത്, അതിലധികം ഏതാണ്ട് കുറച്ച് മാത്രമേ ഇനി നടക്കാനുള്ളൂ. ബാക്കിയെല്ലാം അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ, സ്വത്രം യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിനെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചത് അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ, കന്യയെ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ച പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ, യേശുവിൻ്റെ ജനന സ്ഥലം എവിടെയെന്ന് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ, യേശു ക്രിസ്തുവിനെ അസ്ഥികളിലൊന്നും ഒടിയത്തില്ലെന്ന് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ, തൻ്റെ വസ്ത്രം പകുത്തെടുക്കുമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം നിറവേറിയെങ്കിൽ, യേശു വരും എന്നുള്ള പ്രവചനവും നിറവേറാറായി. ഹല്ലേലൂയ. കർത്താവിന്റെ മണവാട്ടി സഭ ഇവിടം വിട്ട് കയറിപ്പോകാറായി. ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നു, മക്കളെ, നിനക്ക് തന്ന അവസരം പാഴാക്കാതെ നീ കർത്താവിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടോ? പാപത്തെ വിട്ടുതിരിഞ്ഞിട്ടുണ്ടോ? യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലന്മാരെ കുറിച്ച് നമുക്കറിയാം. അപ്പോസ്തലന്മാർ ഉടനീളം അങ്ങോട്ട് കൊരിന്ത്യർക്ക് ലേഖനം അപ്പോസ്തല പ്രവൃത്തികളൊക്കെ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് മുഴുവനും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. തർക്കങ്ങൾ കൊടുത്തിട്ടുണ്ട്, വാദങ്ങൾ കൊടുത്തിട്ടുണ്ട്, വീണ്ടും വരവ് കൊടുത്തിട്ടുണ്ട്, പുനരുത്ഥാനത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, മരിച്ച ശേഷം എങ്ങനെ ഉയർക്കുമെന്ന് കൊടുത്തിട്ടുണ്ട്. കൊരിന്ത്യർക്ക് ലേഖനത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും, അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പേ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 19-ാം അധ്യായം വായിക്കുമ്പോൾ 12, 13, 14 വാക്യം വായിക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോഴും അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ലേക്ക് വരുമ്പോൾ, സ്വത്രം, പാപം ദേശത്ത് നിറഞ്ഞപ്പോൾ, പാപം പെരുകിയപ്പോൾ ദൈവത്തിന്റെ ഹൃദയം വേദനിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു. ആ തലമുറയിൽ ദൈവം നോഹയെ ഒരു ദൈവ നീതിമാനായി കണ്ടു. ദൈവത്തിന്റെ കൃപയുള്ള പൈതലായി ആ തലമുറയിൽ ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. നോഹയോട് പറഞ്ഞു, നോഹയെ, ഞാൻ ജലപ്രളയം ഭൂമിയിൽ വരുത്തുവാൻ പോകുന്നു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. മഴ അയാൾക്ക് അറിയത്തില്ല, മഴ എങ്ങനെ പെയ്യുമെന്ന് അറിയത്തില്ല, വെള്ളപ്പൊക്കം അറിയത്തില്ല എന്തോന്നാണെന്ന്, പെട്ടകം എന്തോന്നാണെന്ന് അറിയത്തില്ല. നോഹ ആദ്യമായി കേൾക്കുക പെട്ടകം. സ്വത്രം, വെള്ളവും മഴയൊക്കെ ആദ്യമായി കേൾക്കുകയാണ്. എന്നാൽ സ്വത്രം, ദൈവം പറഞ്ഞു, മോനെ, വലിയൊരു മഴ ഇവിടെ വരാൻ പോകുന്നു, സ്വത്രം, പെട്ടകം പണിയുക, സകലം തകരാൻ പോകുന്നു. 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 13-ാം വാക്യം വായിച്ചേ.
6:13. ദൈവം നോഹയോട് കൽപ്പിച്ചത് ദൈവം നോഹയോട് കൽപ്പിച്ചതെന്നാൽ സകല ജനത്തിന്റെ അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കുക. മതി, അങ്ങോട്ട് എല്ലാവർക്കും നിങ്ങൾക്കറിയാം. പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ പെട്ടകം ഉണ്ടാക്കിയവരോട് സുവിശേഷം വിളിച്ചു പറഞ്ഞു നോഹ. അത് നോഹ സുവിശേഷം പറഞ്ഞത് പുതിയ നിയമം വായിച്ചാൽ അറിയാവൂ, പഴയ നിയമത്തിനകത്തല്ല. പുതിയ നിയമത്തിനകത്ത് വായിച്ചിട്ട് പഴയ നിയമത്തിൽ പോയാൽ മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. നീതി പ്രസംഗിയായ നോഹ, ദൈവത്തിന് സ്തോത്രം. അപ്പോ നോഹ പ്രസംഗിച്ചു, എടാ ജലപ്രളയം വരാൻ പോകുന്നു. യഹോവയാകും ദൈവം എന്നോട് പറഞ്ഞ പെട്ടകം ഉണ്ടാക്കാൻ. പെട്ടകത്തിനകത്ത് കയറുന്ന ഒരുത്തനും നാശം വരികയില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ സഹോദരനെ, പെട്ടകം ഉണ്ടാക്കാനുള്ള പ്ലാൻ എന്റെ ദൈവം കൊടുത്തു. ദൈവം പറഞ്ഞ നീളം വീതി എത്ര എങ്ങനെയൊക്കെയാണ് അറ എല്ലാം ദൈവം പറഞ്ഞതുപോലെ നോഹ സ്തോത്രം ദൈവത്തിന്റെ പ്ലാനിങ് പ്രകാരം പെട്ടകം പണിതു. സ്തോത്രം. എല്ലാവരോടും നോഹ നിറച്ച് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. രാത്രിയും പകലുമില്ലാതെ ഒരു പൊട്ടനെ പോലെ യേശു കർത്താവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു. ഓ മഴ വരാൻ പോകുന്നു, വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. അയ്യോ പെട്ടകത്തിനകത്ത് കയറിക്കോ. എന്നാൽ സ്തോത്രം ഇതാ സമയമായി. എല്ലാവരും കളിയാക്കി. സ്തോത്രം. നോഹയ്ക്ക് എന്തോ സംഭവിച്ചു. ഇതുവരെ ഈ മനുഷ്യനൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതാ സുവിശേഷം പറഞ്ഞോണ്ട് നടക്കുകയാണ്. ഓ നീ കയറിക്കോ, ഞാൻ കയറത്തില്ലെന്ന് ഒരുപക്ഷെ പറഞ്ഞിരിക്കാം. പക്ഷെ നോഹയും കുടുംബവും ദൈവം പറഞ്ഞ മൃഗങ്ങളും അല്ലാതെ മറ്റൊന്നും ആ പെട്ടകത്തിനകത്ത് കയറിയില്ല. സുവിശേഷം കിട്ടാത്തോണ്ടല്ല, വചനം കിട്ടാത്തോണ്ടല്ല, ജനം വചനത്തിന് എതിരായി മറുത്തു. വചനം കിട്ടിയിട്ടും ദൈവത്തിന്റെ യേശുവിനെ സ്വീകരിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ പറയാ, ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് കടന്നാൽ അവന് ന്യായവിധിയില്ല, അവന് നരകമില്ല. ആ പൈതൽ യേശുവിന്റെ വരവിൽ കയറി പോകും. ഹല്ലേലൂയ. ജലപ്രളയം വന്നു, സകലത്തെ മുക്കി തകർത്ത് കളഞ്ഞു. ജനം യേശുവിനെ സ്വീകരിച്ചില്ല. നോഹയും കുടുംബവും മാത്രം സ്വീകരിച്ചു. എന്നാൽ 19-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ 19-ാം അധ്യായം അതിന്റെ 12, 13, 14 വാക്യം വായിച്ചേ. പുരുഷന്മാർ ലോത്തിനോട് നോക്കിയേ, സോദോം ഗൊമോറ പട്ടണം വളരെ പാപം നിറഞ്ഞു കിടക്കുകയാണ്. സ്തോത്രം. സോദോം ഗൊമോറ പട്ടണം തകർക്കുവാൻ സ്തോത്രം ദൈവം നിശ്ചയിച്ചു. അബ്രഹാം എന്ന ദാസന്റെ അടുക്കലേക്ക് ദൈവം മനുഷ്യരൂപത്തിൽ 3 പേർ, 3 മനുഷ്യരെ പോലെ മനുഷ്യരൂപത്തിൽ 3 പേർ അബ്രഹാമിന്റെ അടുക്കൽ വരികയാണ്. ഒരു ദിവസം മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ 18-ാം അധ്യായം ഉൽപ്പത്തി വായിച്ചാൽ മതി, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിനകത്ത് ആമേൻ എന്റെ യഹോവയാകുന്ന ദൈവം ആള് മാറി ഒരാളിനെ പോലെ 2 പേർ കൂടെ വരികയാണ്. 3 പേർ കൂടെ വരുന്ന 2 ദൂതന്മാരും 1 ദൈവമായിരുന്നു. 3 പേരും വന്നു. അപ്പോഴുണ്ട് അബ്രഹാമിനെ കണ്ടു. അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. അബ്രഹാം പറഞ്ഞു, അവരൊക്കെ സ്തോത്രം വീണ് വണങ്ങി നമസ്കരിച്ചു. അബ്രഹാമിനെ അറിയത്തില്ല, 3 ആൾക്കാരെ അറിയത്തുള്ളൂ. ദൈവം തമ്പുരാനാണെന്നൊന്നും അബ്രഹാം അറിഞ്ഞില്ല. സ്തോത്രം. പിന്നത്തേതിൽ അബ്രഹാം പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ ഭക്ഷണം ഒരുക്കി വേഗത്തിൽ കൊണ്ടുവന്നു. ഭക്ഷണം ഒരുക്കി കൊണ്ടുവരുമ്പോഴേ ദൈവം തമ്പുരാൻ അവിടെ ഇരുന്നു. ഹല്ലേലൂയ. ആരുടെ ഭക്ഷണം കഴിക്കാൻ? സ്തോത്രം. ഈ അബ്രഹാം ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ, അബ്രഹാം സാറായി സ്തോത്രം ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ദൈവം തമ്പുരാൻ മനുഷ്യനെ പോലെ അവിടെ ഇരിക്കുകയാണ്. കൊണ്ടുവന്ന് ആഹാരം കൊടുത്തു, ഭക്ഷണം എല്ലാം കഴിച്ചു. അതിന്റെ നടുവിൽ എന്റെ ദൈവം, അതിന്റെ നടുവിൽ ഒരാൾ ദൈവമായിരുന്നു. എന്റെ ദൈവം പറഞ്ഞു, സാറായി എവിടെ? അവളെ വിളിച്ചു. ആമേൻ, അവൾ അകത്തുണ്ടെന്ന് പറഞ്ഞു. അടുത്ത വർഷമാകുമ്പോൾ ഒരു തലമുറ ഉണ്ടാകുമെന്ന് ദൂത് കൊടുത്തു. ഹല്ലേലൂയ. ദൂതെല്ലാം കിട്ടിയവരൊക്കെ ചിരിച്ചോതെല്ലാം നിങ്ങൾക്ക് അറിയാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് സ്തോത്രം 2 ദൂതന്മാരെ ദൈവം എവിടെ അയച്ചു? സോദോം ഗൊമോറയിലേക്ക് അയച്ചു. എന്നിട്ട് ദൈവം അവിടെ തന്നെ നിന്നു. സ്തോത്രം. ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാമിനോട് പറയാതെ ഒരു കാര്യം ചെയ്യുമോ? അങ്ങനെ അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, സോദോം ഗൊമോറ പട്ടണം തകരാൻ പോകുന്നു. കാരണം എന്താ? സ്തോത്രം. അബ്രഹാമിനോട് കൂടെ വന്ന ആളാണ് ലോത്ത്. സ്തോത്രം. ദൈവം അബ്രഹാമിനെ വിളിച്ചു, പക്ഷെ ലോത്ത് കൂടെ പോയി. സ്തോത്രം. എന്നാൽ ലോത്ത് രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചവരാണ്. അബ്രഹാമും ലോത്തും. അബ്രഹാമിനാണ് ദൈവം വിളിച്ചത്, പക്ഷെ അബ്രഹാമിനോട് ലോത്തും ഇറങ്ങിപ്പോയി. രണ്ടുപേരുടെ ഇടയന്മാരും 2 പേരുടെ ആടുമാടുകളും സന്തോഷത്തോടെ ബഹു സമ്പത്തുള്ളവർ അവർ ജീവിച്ചവരാണ്. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം അബ്രഹാമിന്റെ ഇടയന്മാരും ആടുകളുടെ ഇടയന്മാരും ലോത്തിന്റെ ആടുകളുടെ ഇടയന്മാരും കൂടെ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അബ്രഹാം നേരെ പോയി ചെന്ന് പറഞ്ഞു, നമുക്ക് തർക്കം ഉണ്ടായിക്കൂടാ. ഓ, നിനക്ക് ഏത് വേണമെന്ന് തിരഞ്ഞെടുത്തോളുക. ഓ സ്തോത്രം. അങ്ങനെ ലോത്ത് നോക്കിയപ്പോൾ സോദോം ഗൊമോറ പട്ടണം നീരോട്ടമുള്ള ദേശമെന്ന് കണ്ടു. സോദോം ഗൊമോറ പട്ടണം ലോത്ത് തിരഞ്ഞെടുത്തു. സ്തോത്രം. സോദോം ഗൊമോറ പട്ടണത്തിലെ പാപം അതികഠിനമായിരുന്നു. ആ പട്ടണം നശിപ്പിക്കാൻ ദൈവം വരുമ്പോൾ സ്തോത്രം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ ബന്ധുവായ
ആര്? ലോത്ത് താമസിക്കുന്ന പട്ടണമായ സോദോം ഗോമോറ ഞാൻ തകർക്കാൻ പോയ അബ്രഹാം ദൈവത്തെ വിട്ടില്ല. ദൈവത്തെ കെട്ടിപ്പിടിച്ചു, മുട്ടുമടക്കി വീണ് കിടന്നിട്ട് പറഞ്ഞു, 50 നീതിമാന്മാരുണ്ടെങ്കിലോ, 45 ഉണ്ടെങ്കിലോ, 40 ഉണ്ടെങ്കിലോ, അല്ല 30 ഉണ്ടല്ലെങ്കിലോ, അല്ല 10 ഉണ്ടെങ്കിലോ. അപ്പൊ ഒന്നുകൂടെ ചോദിക്കാം, 10 ഉണ്ടെങ്കിലോ? ദൈവം പറഞ്ഞു, 10 ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. രണ്ടുപേരും പിരിഞ്ഞു. സ്വത്രം നോക്കി. എന്നാൽ 10 പേരില്ലായിരുന്നു. സോദോം ഗൊമോറ പട്ടണം കത്തിക്കരിക്കാൻ സമയമായപ്പോൾ ഇതാ 2 ദൂതന്മാർ അവിടെ ചെന്നു, ലോത്തിന്റെ ഭവനത്തിലേക്ക് ചെന്നു. സ്വത്ര ലോത്തിനോട് പറഞ്ഞു, ലോത്തേ, ഈ ഇവിടെ നശിപ്പിക്കാൻ പോവുകയാ, തീ ഇറങ്ങാൻ പോവുകയാ, നീനും നിനക്കുള്ളവരെല്ലാം സ്വത്രം രക്ഷപ്പെട്ടോളാം പറഞ്ഞു. വായിച്ചേ, ടക്കനെ വായിച്ചേ. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? നിനക്ക് ഇവിടെ മറ്റു വല്ലവരുമുണ്ടോ? മരുമക്കളോ, പുത്രന്മാരോ, പുത്രിമാരോ? പുത്രിമാരോ? ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. ഇവരെ കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കുക കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്ത് നശിപ്പിക്കും. അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങൾ അയച്ചിരിക്കുന്നു പറഞ്ഞു. കണ്ടോ, യഹോവ ഞങ്ങൾ അയച്ചത് നശിപ്പിക്കാനാണ്. അടുത്ത വരി. അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. അടുത്ത വരി. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവേൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവർക്ക് തോന്നിയെന്നാ, കളി പറയുന്നതാണ്. ഹല്ലേലൂയ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിയിടുമേ. വരുവീ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകനെ. വരുവീ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര, ദേശത്തിലെ പൈതലെ, ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. മറ്റൊരുവൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. കർത്താവിന്റെ അടുക്കൽ പോകാൻ വേറെ ഒരു വഴിയുമില്ല. വേറെ ഒരു വഴിയിലൂടെയും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ചെയ്തു കാണിക്കുന്ന ഒന്നിലൂടെയും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കാതെ ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി എന്നെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ എത്ര പാപത്തിന്റെ അടുത്തടി കിടക്കുന്ന ആളായിരുന്നാലും എന്നെ സ്നേഹിച്ച എന്റെ ദൈവം നിന്നെയും സ്നേഹിക്കുന്നുണ്ട്. നിന്റെ പാപത്തെയും കഴുകി ആരോട് നീ സുവിശേഷം കേൾക്കുന്നു. എത്രയോ കാലം കൊണ്ട് സത്യവചനം കേൾക്കുന്നു. എത്രയോ പേർ നിന്റെ വീട്ടിൽ ട്രാക്ടർ തന്നു, എത്രയോ പേർ ബൈബിൾ കൊണ്ട് തന്നു. എന്നാൽ നീ അതൊന്നും അംഗീകരിച്ചില്ല. എന്നാൽ ഞാൻ പറയാ, നീ വലിച്ചെറിഞ്ഞില്ലേ ആ പുസ്തകത്തിനകത്ത് കിടക്കുന്ന യേശു? ആ യേശു സത്യ ദൈവമത്രേ. ആ യേശുവിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്കും പാപമോചനമില്ല. യേശുവിലൂടെ അല്ലാതെ നിത്യരക്ഷയില്ല. ഏക വഴി, ഏക സത്യം, യേശു എന്ന ഏക സത്യം. ഹല്ലേലൂയ. ആ യേശുവിനെ ഉള്ളത്തിനകത്ത് സ്വീകരിച്ച് ആ യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ സ്വഭാവം മാറും കേട്ടോ, ജീവിതം മാറും. കഴിഞ്ഞ ദിവസം വരെ നീ മൃഗമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു ചെന്നായ കുഞ്ഞാടാക്കുന്ന സുവിശേഷം, യേശു ആകുന്ന സുവിശേഷം ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. ഏത് ചെന്നായെയും കുഞ്ഞാടാക്കുന്ന യേശു. ഹല്ലേലൂയ. നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ എത്രയോ കാലം ഈ ഓരോ പാപങ്ങളും മാറ്റാൻ ചെയ്യുവാൻ നീ എന്തെല്ലാം ചെയ്തു നോക്കി, എന്നിട്ട് നടന്നോ? ഇല്ല. നിന്റെ പാപത്തിൽ നിന്ന് ജയിക്കണമെങ്കിൽ യേശു തൊട്ടാലേ രക്ഷയുള്ളൂ. യേശു അകത്ത് വന്നാലേ രക്ഷയുള്ളൂ. യേശുവിന്റെ ശക്തിയില്ലാതെ നിനക്ക് സ്വയമായി പാപത്തെ ജയിക്കാൻ കഴിയത്തില്ല. പാപത്തെ കഴുകാനും കഴിയത്തില്ല. എത്ര സോപ്പ് തേച്ച് കഴുകിയാലും നിന്റെ അകത്തുള്ള പാപത്തെ കഴുകുവാൻ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്തിന് മാത്രമേ ശക്തിയുള്ളൂ. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ എത്ര കൊടുമ്പാവയായാലും താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. പഴയ നിയമകാലത്തും യേശുദ വരാറായി ജലപ്രളയം വരുന്നു എന്ന് പറഞ്ഞിട്ട് വെറും 8 പേർ, നോഹയും കുടുംബവും മാത്രമാണ് അതിനകത്ത് കടന്നത്. ലോത്തിന്റെ കാലത്ത് സ്വത്രം അതിനകത്ത് എഴുതിയിരിക്കുന്നു. എന്തെന്നാ എഴുതിയിരിക്കുന്നത്? ആമേ സ്വത്രം ഇവരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, വായിച്ചേ.
എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ. സഹോദര, ഈ ലോകത്തിന്റെ പാപത്തിൽ നീ ഇതിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിക്കാൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കേ. നീ രാത്രി യേശുവിനെ സ്നേഹിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഈ ദേശത്ത് ഒരിക്കൽ കൂടെ നിന്നെ സുവിശേഷം കേൾപ്പിക്കുകയാണ്. ഒരിക്കലൂടെ കേട്ടില്ല എന്ന് നിനക്ക് പറയാൻ പറ്റത്തില്ല. അയച്ചേ അടുത്ത വരി. എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അടുത്ത വരി. താമസിച്ചപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും കരുണ ചെയ്തു. കരുണ സമയമില്ല പറയാൻ. കരുണ എന്താണെന്ന് പറയാൻ സമയമില്ല. വായിച്ചേ. ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ചു പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി. അടുത്ത് അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം എത്ര കാലം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വചനവുമായി നിന്റെ അടുക്കൽ അനേകർ വന്നു സഹോദരനെ. നിന്നെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് യേശു മാത്രം കർത്താവെന്ന് എത്രയോ പേരിലൂടെ നീ കേട്ടു. ഇന്നും നിനക്ക് പാവം വിട്ടുതിരിയാൻ മനസ്സില്ലാതെ, സത്യത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സിലാതെ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ മാറ്റി വെക്കല്ലേ. കാലം നീട്ടരുത്. യേശു ഇന്ന് രാത്രി വന്നാൽ താങ്കൾ യേശുവിനോട് കയറി പോകുമോ അതോ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ വീഴുമോ? അടുത്ത വാക്യം. അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. ദൂതന്മാർ പുറത്തിറക്കിയിട്ട് പറഞ്ഞു, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. പുറകോട്ട് നോക്കരുത്. ഈ പ്രദേശത്ത് നിൽക്കുകയും വരുത്. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക. യേശുവിലേക്ക് ഓടി വരിക. ഈ പാപത്തിൽ നിറഞ്ഞ് ലോക മ്ലേച്ഛതകൾ നിറഞ്ഞ് പാപത്തിന്റെ ചങ്ങലക്കകത്ത് വീണ് നിത്യ നരകത്തിനകത്ത് പോണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ സത്യ സുവിശേഷം കേട്ട് യേശുവിന്റെ മുൻ മുട്ടുമടക്കിയാൽ എന്റെ യേശു കർത്താവിന്റെ ഒരു മകനാക്കി, കർത്താവിന്റെ ഒരു മകളാക്കി ഏത് പാവിയെയും ഏത് കുറ്റവാളിയെയും കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകി. താങ്കൾ എത്ര കഠിന പാപം ചെയ്ത പാവമായാലും ശരി, ആ പാപത്തെ കഴുകിക്കളയുവാൻ യേശുവിന് മാത്രമേ കഴിവുള്ളൂ. നിങ്ങളുടെ പാപം എത്ര കടിച്ചു വെപ്പായാലും യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18, 19, 20 വാക്യം വായിക്കുമ്പോൾ, 20-ാം വാക്യം വായിക്കണ്ട, 18, 19 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് ഞാൻ പഞ്ഞി പോലെ ആക്കി തീർക്കും. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം 2-ാം ഭാഗം വായിക്കുമ്പോൾ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി ആ യേശുവിന് ശക്തി കൊണ്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക്, കൊരിന്ത്യർക്ക് ലേഖനം 1:18, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിലും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാ. ഇന്ന് രാത്രി ഈ ദേശത്ത് ആ ക്രൂശിലെ യേശുവിനെ ആരെല്ലാം വിശ്വസിക്കുമോ, വിശ്വസിക്കുന്ന ആളിന്റെ മേൽ ഒരു ശക്തി ഇറങ്ങും. ആ ക്രിസ്തു നിങ്ങളെ ശുദ്ധീകരിക്കും. ആ ക്രിസ്തു വീണ്ടെടുക്കും. ആ ക്രിസ്തു സ്വത്ര പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാ. ഈ ലോകത്തിൽ താങ്കൾ ജനിക്കും മുമ്പേ താങ്കൾക്ക് വേണ്ടി താങ്കളോടുള്ള സ്നേഹം കൊണ്ട് മരിച്ച ഒരു ദൈവമുണ്ട്. താങ്കളെ രക്ഷിക്കുക, നിത്യ നരകത്തിനകത്ത് പോകാതിരിക്കാൻ താങ്കളോടുള്ള ഇഷ്ടം കൊണ്ട്. സ്നേഹിത, ലോകത്തിലെ ആൾക്കാർക്ക് നിന്നെ വേണ്ടായിരിക്കാം. മാതാവേ, സഹോദരി, എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, ലോകം നിന്നെ തള്ളിയായിരിക്കാം. പക്ഷേ നിനക്ക് വേണ്ടി നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്, നിന്നോടുള്ള പ്രേമം കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി യേശു മരിച്ചു. അത് നീ വിശ്വസിക്കുന്നുണ്ടോ? നീ അത് കാണുന്നുണ്ടോ? യേശുവിന്റെ സമാധാനം ഇന്ന് രാത്രി തരുവാൻ യേശു വന്നിട്ടുണ്ട്. ആർക്കൊക്കെ യേശുവിനെ വേണം? സ്വത്രം. നോഹയുടെ കാലത്ത് സുവിശേഷം കേട്ടു, അംഗീകരിച്ചിനെ തള്ളിക്കളഞ്ഞു. എന്താ സംഭവിച്ചത്? ജലപ്രളയം വന്നു. നോഹയും കുടുംബം പെട്ടകത്തിനകത്ത് കയറിയവരല്ലാതെ ബാക്കിയെല്ലാം തകർന്നു പോയി. വീണ്ടും അടുത്ത് വായിക്കുമ്പോൾ സോദം ഗൊമോറ പട്ടണം, ഇതാ ലോത്തും കുടുംബവും അല്ലാതെ മറ്റാരും രക്ഷപ്പെടില്ല. ലോത്തിനെയും കുടുംബത്തെയും കൈക്ക് പിടിച്ച് പുറത്തിറക്കി. സുവിശേഷം കൊടുത്തു. ആ പർവ്വതത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു മാത്രം കർത്താവ്. ഈ ദേശനിവാസികളെ കൈക്ക് പിടിച്ച് പുറത്തിറക്കുവാൻ രാജാതി രാജാവ് വന്നിട്ടുണ്ട്. അപ്പനായി വിട്ടുകൊടുക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. കൈക്ക് പിടിച്ച് പുറത്തിറക്കി. കർത്താവ് ദൂതന്മാർ പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, പുറകോട്ട് നോക്കല്ലെന്ന് പറഞ്ഞു. എന്നാൽ ലോത്തിന്റെ ഭാര്യ പോകുന്ന പോക്കിൽ പുറകോട്ടൊന്ന് തിരിഞ്ഞങ്ങ് നോക്കും. നമ്മൾ അനേകരും അങ്ങനെയാണ്. ഇറങ്ങും, ചാരിയൊക്കെ ഇറങ്ങും, പെട്ടെന്നൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോൾ ഒന്ന് പുറകോട്ട്. അന്നത്തെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, 2 ഇടിയെങ്കിലും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, സമയമില്ല, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് സ്തോത്രം മോശയോടുകൂടെ ദൈവം അഹരോനെ ആക്കി. അഹരോനും മോശയൊക്കെ എങ്ങനെ ആയിരുന്നു നമുക്കറിയാം. അഹരോന്റെ തൊഴിൽ എന്തെന്നറിയാം. പക്ഷേ ഉളി കളഞ്ഞില്ല. മോശ പർവ്വതത്തിൽ പോയപ്പോൾ
അകരോൻ്റെ ഉളി പാക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത് എല്ലാം കൂടെ ഇട്ട് രാഗി പറക്കി ഒരു വിഗ്രഹം ഉണ്ടാക്കി ദൈവം എന്ന് പറഞ്ഞ് പലപ്പോഴും ഉളി കൈ കൊണ്ട് എടുക്കും. കർത്താവ് പറഞ്ഞു ബാൾ ഉറയിലിടുക. വാൾ എടുക്കുന്നവനെല്ലാം വാളാൻ ഒരു ദൈവ പൈതലിന് അധികാരമില്ല. ഹല്ലേലൂയ. അത് ഉറക്കകത്ത് കിടന്നാൽ മതി. അത് മരിക്കട്ടെ, അത് വേണ്ട, അത് വേരോടെ പോട്ടെ. യേശുവിന് ഇഷ്ടമല്ലാത്ത നമുക്ക് വേണ്ട. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അങ്ങനെ ലോത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി. എന്നാൽ ഇന്ന് രാത്രി 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും. വായിച്ചേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കും നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുക്രിസ്തു വരുന്നത് സ്തോത്രം ഈ ഭൂമിയിൽ യേശുക്രിസ്തു കള്ളനെ പോലെ വരുന്നത് എന്തിനു വേണ്ടിയാണ് കള്ളനെ പോലെ വരുന്നത്? യേശുക്രിസ്തു നിനയാത്ത നാഴിയിൽ കർത്താവ് പറഞ്ഞു കള്ളനെ പോലെ ഞാൻ വരും. എന്തിനാണ് കള്ളനെ പോലെ വരുന്നത്? പുറത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന വേസ്റ്റ് പറക്കാനാണോ യേശുക്രിസ്തു കള്ളനെ പോലെ വരുന്നത്? എന്തിനാ യേശുക്രിസ്തു വരുന്നേ? ഒരുപാട് സ്വർണം വീട്ടിനകത്തുണ്ട്, അതെടുക്കാനാണോ യേശുക്രിസ്തു വരുന്നത് കള്ളനെ പോലെ? പിന്നെ യേശുക്രിസ്തു വരുന്നത് എന്തിനാ? ഏറ്റവും വില പിടിപ്പുള്ളതിന്. യേശുവിന് ഏറ്റവും വില പിടിപ്പുള്ള ആരാ? ഞാനും നിങ്ങളും. കരമടിച്ചൊന്ന് ശ്രദ്ധിച്ചേ. കർത്താവിന്റെ മണവാട്ടി സഭയാണ് കർത്താവിന് വില പിടിപ്പുള്ളവര്. അവരെ കൊണ്ടുപോകാനാണ് യേശു കള്ളനെ പോലെ വരുന്നത്. യേശു രഹസ്യമായി വരുന്നത് എങ്ങനെ? എന്തിന്? യേശുവിന് വില പിടിപ്പുള്ളതിനെ കൊണ്ടുപോകാൻ. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല മക്കളും യേശുവിന്റെ വിലപിടിപ്പുള്ള മക്കളാണ്. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടം, ഓ സ്തോത്രം, പരദേശികൾ നാം. എന്നാൽ ഭാഗ്യശാലികൾ ആരാ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രാജ്യവും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. ആമേൻ. ആ ദൈവ മക്കളാണ് യേശുവിന് വിലപ്പെട്ടവര്. ആ വീട്ടിനകത്ത് കോടിക്കണക്കിന് ഇരുന്നാൽ യേശുവിന് വേണ്ട. ആ വീട്ടിനകത്ത് ഭയങ്കര എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊന്നും എൻ്റെ യേശുവിന് വേണ്ട. യേശുവിന് കൊട്ടാരത്തിനകത്ത് കിടന്നാലും കുടിലിനകത്ത് കിടന്നാലും വഴിവക്കത്ത് കിടന്നാലും പുഴയോരത്ത് കിടന്നാലും ഓടക്കകത്ത് കിടന്നാലും യേശുവിന്റെ പിള്ളയെ യേശു കൊണ്ടുപോകും. ആമേൻ. അവൻ എവിടെ കിടന്നാലും അവനാണ് യേശുവിന്റെ വില. ആമേൻ. യേശു വില വെടിപ്പുള്ളത് കൊണ്ടുപോകാൻ ഒരു ദിവസം വരും. ഞാനും നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ഇന്ന് രാത്രി സ്വർഗം ഒരുങ്ങിയിരിക്കുന്നു. ഇതാ നമ്മൾ ഈ 8:45 കഴിഞ്ഞ ഈ സമയത്ത് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനാകുന്ന യേശുക്രിസ്തു നിന്ന് കൈ കാണിച്ചു കൊടുക്കുക. കണ്ടോ യേശുവേ? പിതാവ് കാണിച്ചിട്ട് പറയണം, കർത്താവേ കണ്ടോ എൻ്റെ കൈ, ആടിയേറ്റ കൈ കണ്ടോ, കാല് കണ്ടോ, ഉടവ് ചാല് പോലെ കീറപ്പെട്ട ശരീരം കണ്ടോ? ആ ശാലിനിയെ വിളിക്കാം, ആ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ മണവാട്ടിയെ വിളിക്കാം. ആമേൻ. കർത്താവേ വേഗം വരണമെന്ന് കാത്തിരിക്കുന്ന എൻ്റെ മക്കളെ വിളിക്കാൻ ഞാൻ ഇറങ്ങി ചെല്ലട്ടെയോ എന്ന് ചോദിക്കുന്ന ഓ സ്തോത്രം പുത്രനാകുന്ന യേശുവിന്റെ ശബ്ദം. കാഹളവുമായി നിൽക്കുന്ന ദൂതന്മാർ ഒരുങ്ങി കാത്ത് സ്വർഗത്തിൽ വിവാഹ സത്യം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നു. ഈ ഭൂമിയിൽ ഇതാ നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഈ നിമിഷം ഞാൻ നിങ്ങൾ ഇവിടെ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ നിമിഷമാണ് യേശു വന്നാൽ എത്ര പേർ കർത്താവിന്റെ രാജ്യത്തിൽ പോകും? എത്ര പേർ സ്വർഗത്തിലെത്തും? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, ഹല്ലേലൂയ. ഈ നിമിഷമാണ് യേശു വന്നാൽ, ഈ സെക്കൻഡിലാണ് യേശു വന്നാൽ കർത്താവിന്റെ ശബ്ദം കേട്ട് എത്ര പേർ കയറി പോകും? ഒന്നിരുന്ന് ചിന്തിച്ച് കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. എവിടെ വരും? മധ്യാകാശം വരും. മധ്യാകാശം യേശു വന്നിട്ട് ഇപ്രകാരം വിളിക്കും. എന്നെ ശ്രദ്ധിക്കണമേ, വേറെ ആരും ശ്രദ്ധിക്കില്ല, എന്നെ അത്രയ്ക്ക് സമയമില്ല, ശ്രദ്ധിച്ചേ. കർത്താവ് മധ്യാകാശം വന്ന് ഇപ്രകാരം വിളിക്കും, എനിക്ക് വേണ്ടി കാത്തിരുന്ന് മരിച്ച് അടക്കപ്പെട്ട എൻ്റെ മക്കളെ ഇങ്ങ് വാ എന്ന് പറയുന്ന മാത്രയിൽ സ്വത്ര ആ നിമിഷം വരെ മരിച്ച് അടക്കപ്പെട്ട സകല വിശുദ്ധന്മാരുടെ ആരുടെ കലറ? വിശുദ്ധന്മാരുടെ. അപ്പം മരിച്ചതേ ഉള്ളൂ. അടക്ക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റർമാരെ. അടക്ക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സ്വത്രം യേശു വന്നാൽ അടക്ക ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്വത്രം ആ മനുഷ്യൻ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യും? ചാടി എഴുന്നേൽക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ക്രിസ്തുവിന്റെ വരവുകളെ കുറിച്ച് പഠിക്കുമ്പോൾ 3 രീതിയിലാണ് യേശു വരേണ്ടത്. ഒന്ന് എന്തായിട്ട് വരണം? ഒന്ന് യേശു വരേണ്ടത് ആരായി? മനുഷ്യനായി വരണം. മനുഷ്യനായി വന്നു കഴിഞ്ഞു അല്ലേ? എന്തിനാണ് മനുഷ്യനായി വന്നത്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭയത്തിന് അടിമയായിരുന്ന എന്നെ നിങ്ങളെയും കർത്താവിന്റെ സ്വന്തമാക്കി മാറ്റി എവിടെ കിടക്കണം?
കിടക്കുന്നു. എബ്രായർ 2:14. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, യേശു ക്രിസ്തു മനുഷ്യനായി വന്നു. സ്തോത്രം. അതിന് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിച്ച്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. 28 വായിച്ചേ. അങ്ങനെ തന്നെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുവപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. മതി സ്തോത്രം. ഒന്നാമത് യേശു വന്നത് അർപ്പിക്കപ്പെടാൻ, ഈ ഭൂമിയിൽ അർപ്പിക്കപ്പെടാൻ, പാപിക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ. ഞാൻ മനുഷ്യനായതുകൊണ്ട് യേശു മനുഷ്യനെ പോലെ ഇറങ്ങി വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ യേശു ശിഷ്യന്മാരും കൂടെ യേശു ഉയർത്തെഴുന്നേറ്റു. വീണ്ടും ശിഷ്യന്മാരോട് കൂടെ 40 ദിവസം ഉണ്ടായിരുന്നു. കർത്താവിന് ചിലത് ശിഷ്യന്മാരോട് പറയാനുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, ശക്തി പ്രാപിക്കണം. ഇതെല്ലാം കേട്ടിട്ട് ദൈവത്തിന് സ്തോത്രം, യേശു ശിഷ്യന്മാരുമായി ഒലിവുമലയിലേക്ക്, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-12 വാക്യം വായിക്കുമ്പോൾ ഇതാ ഇവരെല്ലാവരും കൂടെ ഒലിവുമലയിലേക്ക് പോവുകയാണ്. ആ ഒലിവുമലയിലേക്ക് ചെല്ലുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, യേശു ക്രിസ്തു ഒലിവുമലയിൽ നിന്ന് പതുക്കെ ശിഷ്യന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതാ യേശു ക്രിസ്തു പതുക്കെ യേശു പറഞ്ഞു, മക്കളെ, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അനേകർ മരിച്ചു, അനേകർ മൺമറഞ്ഞു, എന്നാൽ വരും എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളെ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന യേശു. സ്വർഗത്തിൽ അമ്മയില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഭൂമിയിൽ അപ്പനില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന യേശു. വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളെ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന യേശു. പാപം ചെയ്യാത്ത ഒരാളെ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന യേശു. പാപിക്ക് വേണ്ടി പാപിയോടുള്ള സ്നേഹം കൊണ്ട് മരിച്ച ഒരാളെ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, യേശു ക്രിസ്തു പറഞ്ഞു, മക്കളെ, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ഇങ്ങനെ പറഞ്ഞിട്ട് ഒലിവുമലയിൽ നിന്ന് ശിഷ്യന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പതുക്കെ മുകളിലേക്ക് കയറിപ്പോയി. ദൂതന്മാർ മുകളിൽ നിൽക്കുകയാണ്. അല്ലോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറി പോകുന്നവരായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഓ ജീസസ്, ഹല്ലേലൂയ. എന്തെന്ന് പറഞ്ഞ അവൻ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ അന്ന് മുതൽ കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അന്ന് മനുഷ്യനായി വന്നു, പിന്നെ മരിച്ചു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇനി യേശു വരുന്നത് മനുഷ്യനായിട്ടല്ല, പിന്നെ അന്ന് വന്നത് പാപിക്ക് വേണ്ടി, ഇനി വരുന്നത് കാത്തിരിക്കുന്ന ക്രിസ്തുവിൽ തികഞ്ഞ ഒത്ത ആ സർവാംഗ സുന്ദരനോട് കൂടെ പോകുവാൻ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് ആമേൻ കർത്താവേ വേഗം വരണമെന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്ന ആ പരിജ്ഞാന തലത്തിലേക്ക് ആത്മാവിന്റെ കൃപകൾക്ക് പ്രാപിച്ച് ഓരോ ദിവസവും ആത്മാവിന്റെ ദാരിദ്ര്യത്താൽ നിറഞ്ഞ് ക്രിസ്തുവിൽ നിന്ന് അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് ക്രിസ്തുവിനെ പോലെ അനുരൂപമാകാൻ ആ കാത്തിരിക്കുന്ന വിശുദ്ധ മണവാട്ടി അവരെ ചേർക്കാനാണ് വരുന്നത്. അന്ന് പാവിയെ കൈക്കൊള്ളാൻ വന്നൂല്ലേ, ഇനി വരുന്നത് പാവിക്ക് വേണ്ടിയല്ല. ഇനി അടുത്ത വാക്യം കൂടെ വായിച്ച്. എബ്രായർ അടുത്ത വാക്യം. ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്ക് കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകരുത്. നോക്കിയേ, ഇനി വരുന്നത് പാവമില്ലാതെ കാത്തിരിക്കുന്ന വിശുദ്ധന് വേണ്ടിയാണ്. നോക്കിയേ, അത് കർത്താവ് വരാറായി. ശ്രദ്ധിച്ചേ, മൂന്നാമതൊരു വരവൂടെ ഉണ്ട്. എന്തെന്നാ? മണവാളനായിട്ട് രണ്ടാമത് വന്നു, മൂന്നാമത് രാജാതിരാജാവായി 1000 ആണ്ട് വാഴ്ചയ്ക്ക്. ഹല്ലേലൂയ. മനുഷ്യനായി, മണവാളനായി, പിന്നെ രാജാതിരാജാവായി. അന്ന് മുൾക്കിരീടം വെച്ച സ്ഥാനത്ത് പൊൻകിരീടധാരിയായി യേശു വരും. ഹല്ലേലൂയ. ഇനി അടുത്ത് വരേണ്ടത് യേശു വരേണ്ടത് സത്യം മണവാളനായി. അപ്പോൾ ഒന്നാമത് യേശു മധ്യാകാശം വരുമ്പോൾ എനിക്കായി കാത്തിരുന്ന് മരിച്ച് അടക്കപ്പെട്ട എൻ്റെ വിശുദ്ധന്മാരെ ഇങ്ങ് വരുവീൻ എന്ന് പറയുമ്പോൾ കല്ലറക്കകത്ത് കണ്ണ് നഷ്ടപ്പെട്ട്, കൈകാലുകൾ നഷ്ടപ്പെട്ട്, അവയവങ്ങൾ നഷ്ടപ്പെട്ട്, വ്യത്യസ്തമായ രോഗത്താൽ തകർന്ന് മരിച്ച് കാത്തിരുന്നിട്ടും കർത്താവിനെ കാണാതെ മരിച്ച വിശുദ്ധന്മാരുടെ സകല കല്ലറകളും പൊട്ടി മറ്റൊരു ശരീരം പ്രാപിച്ച്, അങ്ങനെ മറ്റൊരു ശരീരം പ്രാപിച്ച് അവർ രൂപാന്തരപ്പെട്ട് അവിടെയായിട്ട് എഴുന്നേറ്റ് നിൽക്കും. ശ്രദ്ധിച്ചു കേൾക്കെ, അവിടെ നിൽക്കും. അടുത്ത് ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും. ഇപ്പോഴാണ് കർത്താവ് വന്നാൽ അനേക വീടുകൾ പൊളിയും. വീട്ടിനകത്ത് വിശുദ്ധന്മാരുടെ കല്ലറ ഉണ്ടെങ്കിൽ വീട്ടിനകത്താണെങ്കിൽ അവിടെ പൊളിയും. റെയിൽവേ പാളത്തിനകത്താണെങ്കിൽ അവിടെ പൊളിയും. വനത്തിനകത്താണെങ്കിൽ അവിടെ പൊളിയും. കടലിനകത്താണെങ്കിൽ അവിടെ പൊളിയും. എവിടെ നടു റോഡിലാണെങ്കിൽ അവിടെ പൊളിയും. ഒരു വലിയൊരു രക്തപ്പുഴ ഭൂമിയിൽ ഒഴുകാൻ പോകുന്നു. യേശുവിന്റെ വരവ് നടക്കുമ്പോൾ ഫ്ലൈറ്റ് ഓടിക്കുന്ന മനുഷ്യൻ യേശുവിന്റെ ആളാണെങ്കിൽ ഫ്ലൈറ്റ് തകരും. അതിനകത്ത് 5000 പേരുണ്ടെങ്കിൽ 5000-ൽ ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഒരു 500 പേർ വിശുദ്ധന്മാരാണെങ്കിൽ അവരെ സീറ്റ് ഒഴിയും. ഇവിടെ ഇതിനകത്ത് ഇപ്പൊ യേശു വന്നാൽ ഇതിനകത്ത് എത്ര വിശുദ്ധന്മാരുണ്ടോ അവരുടെ ബോഡി ഇവിടെ കാണത്തില്ല. ഒറ്റ കറക്കല്ല് കസേര ഒഴിഞ്ഞ് ആളപ്പന്റെ അടുക്കൽ കയറി പോകും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്റെ യേശു വന്നാൽ, താങ്കൾ ഇന്ന് രാത്രി വന്നാൽ യേശുവിനോടുകൂടെ കയറി പോകുമോ?
അതോ തള്ളപ്പെടുമോ? ഒരു രക്തപ്പുഴ ഭൂമിയിൽ ഒഴുകാൻ പോകുന്നു. ഓ സ്തോത്രം. വാഹനങ്ങൾ തകരാൻ പോകുന്നു, ഫ്ലൈറ്റുകൾ ട്രെയിനുകൾ തകരാൻ പോകുന്നു. സ്തോത്രം. ഭവനത്തിനകത്ത് അപ്പനും അമ്മയും മക്കളും കിടന്നുറങ്ങിയതാണ്. രാത്രിയാണ് യേശു വന്നാൽ അതിനകത്തുള്ള വിശുദ്ധന്മാർ കയറി പോകും. ഉണർന്നു നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട പപ്പയെ കാണാനില്ല, രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട അപ്പന് വേണ്ടി ജീവിച്ച അമ്മയെ കാണാനില്ല, ആ മക്കളെ കാണാനില്ല. ഒരു വിളി, കൂട്ടവിളി നടക്കാൻ പോകുന്നു. ഒരു കൂട്ടം ആൾക്കാർ യേശുവിന്റെ അടുക്കൽ കയറി പോകാൻ പോകുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം ഈ ലോകത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. ഇതുവരെ ഇല്ലാത്ത വാർത്താ മാധ്യമങ്ങളിൽ എല്ലാം എഴുന്നേറ്റ് വരാൻ പോകുന്നു. ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റാത്ത ചിലത് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നു. എന്റെ യേശുവിന്റെ വരവ് പിറ്റേ അടുത്ത സെക്കൻഡുകളിൽ ന്യൂസ് ചാനലിൽ ലൈവായി പറയും. ട്രിവാൻഡ്രം ജില്ലയിൽ ഇത്ര പേരെ കാണാനില്ല, ഇന്ന വീട്ടിനകത്ത് 10 പേരുണ്ടായിരുന്നു, ഇത്ര പേരെ കാണാനില്ല, ഇന്ന കല്യാണ വീട്ടിനകത്ത് 5000 പേരുണ്ടായിരുന്നു, അതിൽ 4500 വിശുദ്ധന്മാർ. അവരെല്ലാം കയറിപ്പോ. അവരെവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. അനേക വീട്ടിനകത്ത് അപ്പനെ അമ്മയും കൊണ്ടുപോയി, അനേക വീട്ടിനകത്ത് മക്കളെ കൊണ്ടുപോയി, അനേക വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, അനേകരെ കാണാനില്ല, കല്ലറകൾ പൊട്ടിത്തുറന്ന് കിടക്കുന്നു, റോഡുകൾ തകർന്നു കിടക്കുന്നു. അയ്യോ സ്വത്രം, എവിടെയെല്ലാം നോക്കിയിട്ടും ആരെയും കാണാനില്ല. വിശുദ്ധന്മാർ എവിടെ പോയി? അപ്പനോട് കൂടെ 7 വർഷം സ്വർഗത്തിൽ. എവിടെ 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 സ്വത്ര കല്ലറ, വിശുദ്ധന്മാരുടെ കല്ലറകളെല്ലാം എന്ത് ചെയ്തു? പൊട്ടി തുറന്നു. അവിടെ ഇപ്പം വിശുദ്ധന്മാരില്ല. അവരുടെ രോഗമില്ലാത്ത ശരീരം പോയി, അവരുടെ മറ്റൊരു ശരീരം പ്രാപിച്ചു. അസ്ഥി ഇല്ലായിരുന്നു. കാലൊടിഞ്ഞതാ, കാല് നഷ്ടപ്പെട്ടതാ, കൈ നഷ്ടപ്പെട്ടതാ, കണ്ണ് നഷ്ടപ്പെട്ടതാ, തകർന്നതാ. എന്നാൽ പുതിയ ആളായി മറ്റൊരു ശരീരം പ്രാപിച്ച് സ്വത്രം കർത്താവിനെടുക്കലേക്ക് കയറിപ്പോയി. ഇവിടെ ഇതാ ഈ ലോകത്തിൽ ഇതുവരെ ഇല്ലാത്ത സ്വത്രം പത്രവാർത്ത ന്യൂസ് ചാനലിൽ കേൾക്കാൻ പോകുന്നു. സ്നേഹിത സഹോദര, എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? സ്വത്ര 7 വർഷം വിശുദ്ധന്മാർ കർത്താവിൻ്റെ അടുക്കൽ അപ്പച്ചൻ്റെ കൂടെ ആയിരിക്കും. എന്നാൽ 7 വർഷം യേശുവിൻ്റെ വചനം കേട്ടിട്ടും സത്യസുവിശേഷം കേട്ടിട്ടും അംഗീകരിക്കാത്ത സകല വ്യക്തികളും ഈ മുഴുവൻ ഭൂമിയെ ഒരു എതിർ ക്രിസ്തു ഭരിക്കും. അന്തിക്രിസ്തു, അധർമ്മമൂർത്തി, തുമ്പുകെട്ട ഇടയൻ, സ്വത്രം അവൻ ഭരിക്കും. ജനത്തെ വശീകരിക്കും. ഈ 7 വർഷം എതിർ ക്രിസ്തുവിൻ്റെ 7 വർഷ ഭരണകാലത്തിൽ 2 പ്രവാചകന്മാർ എഴുന്നേറ്റ് വരും. 2 പേരും കൊന്നിടും. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിനകത്ത് 2 പേരും കൊന്നിടും. ദൈവത്തിന് സ്വത്രം. അവരെ 3.5 ദിവസം അവരുടെ ബോഡി സ്വത്രം ഭൂമിയിൽ കിടക്കും, മറവ് ചെയ്യത്തില്ല. എല്ലാവരും അവരെ സ്വത്രം മോശമായി കണ്ട് തിരിച്ചു പോകും. എന്നാൽ 3.5 ദിവസമാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൃപ ഇറങ്ങി 2 പേരും ചാടി എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പോകും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, 7 വർഷം വാങ്ങാനും വിൽക്കാനും പറ്റാത്തൊരു കാലഘട്ടം, 666 മുദ്രയുടെ ഒരു കാലഘട്ടം, സ്വത്രം പ്രതീക്ഷിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ കഷ്ടതയുടെ മേൽ കഷ്ടത വരുന്ന കാലഘട്ടം, വീട് കണ്ടുകെട്ടുന്ന കാലഘട്ടം, എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ ഈ പഠിച്ച സർട്ടിഫിക്കറ്റെല്ലാം കണ്ടുകെട്ടുന്ന കാലഘട്ടം, വീടും വസ്തുവും ബാങ്ക് ബാലൻസും മുഴുവനും കണ്ടുകെട്ടി അടിച്ചിറക്കി പുറത്ത് വേട്ട പട്ടിയെ പോലെ കുത്തി പുറത്താക്കുന്ന കാലഘട്ടം, വാങ്ങാൻ പറ്റാത്ത കാലഘട്ടം, വെള്ളം കോരി കുടിക്കാന്ന് പറഞ്ഞാൽ രക്തമാകുന്ന കാലഘട്ടം, വെള്ളം കുടിക്കാൻ പോലും പറ്റാതെ വ്യക്തമാകുന്ന കാലഘട്ടം, വ്യത്യസ്തമായ ജീവികൾ ഭൂമിയിൽ കടന്ന് മനുഷ്യനെ തകർക്കുന്ന കാലഘട്ടം, ശരീരം മൊത്തം പുഴുപോലെ പുഴുക്കുന്ന കാലഘട്ടം, എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ വീഴല്ലേ? യേശു ഇന്ന് രാത്രി വന്നാൽ സ്നേഹിത സഹോദര, താങ്കൾ കയറി പോകുമോ? കയറിപ്പോയില്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ വീഴും. മാറ്റി വെക്കല്ലേ, കാലം നീട്ടിവിടല്ലേ. യേശു ഇന്ന് രാത്രി വന്നാൽ താങ്കൾ കയറി പോകുമോ? അതോ ഇല്ലയോ? 7 വർഷം തികയുമ്പോൾ ഞാൻ നിർത്താൻ പോകുന്നു. 7 വർഷം തികയുമ്പോൾ യേശു ക്രിസ്തു തന്റെ മണവാട്ടി സഭയും കൂടെ വെള്ള കുതിരപ്പുറത്ത്, നമ്മളെല്ലാം എങ്ങനെ വരും? മണവാട്ടി സഭയാകുന്ന എല്ലാവരും എങ്ങനെ വരും? യേശു ക്രിസ്തു വെള്ള കുതിരപ്പുറത്ത് വരും. നമ്മൾ ഓരോരുത്തരും വെള്ള കുതിരപ്പുറത്ത്. യേശു എവിടെ നിന്ന്? ഒലിവുമലയിൽ നിന്നല്ലേ കയറിപ്പോയി? അതേ ഒലിവുമലയിൽ സെക്കറിയാവിന്റെ പുസ്തകം 13 നിങ്ങൾ വീട്ടിൽ പോവാര് അതിനകത്തുണ്ട്. ഒലിവുമലയിൽ എവിടെ നിന്നാണോ എന്റെ അപ്പന്റെ പാദം പൊങ്ങിപ്പോയ അതേ പർവ്വതത്തിന്റെ മുകളിൽ ഒലിവുമലയുടെ പുറത്ത് യേശുവിന്റെ പാദം ചവിട്ടുമ്പോൾ അത് 2ആയി പിളർന്ന് മാറും. അവിടെ ഒരു യുദ്ധമുണ്ടാകും. യുദ്ധത്തിൽ യേശു അമ്പെ അവയെ പരാജയപ്പെടുത്തി ശത്രുവിനെ കീഴടക്കും. പിന്നെ ഒരു ന്യായവിധിയുണ്ട്. അവൻ ചെമ്മരിയാടികളെ കോലാടികളെ വേർതിരിക്കും. അതിനുശേഷം 1000 ആണ്ട് യേശു ക്രിസ്തു രാജാവായി വാഴും. ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായി പറഞ്ഞു നിർത്തിയ ക്ഷമിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലയോ? ഇന്ന് രാത്രി യേശു വന്നാൽ നമ്മൾ കയറിപ്പോകുമോ? ഇല്ലയോ? ഇന്ന് രാത്രി കേട്ട വചന ഹൃദയത്തെ എനിക്കാ 1 മിനിറ്റ് നമുക്ക് കണ്ണുകൾ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാമോ? ആമേൻ. ആ യേശുവിൻ്റെ അടുത്തിൽ കയറി പോകണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. രക്ഷിക്കപ്പെടണം, മനസ്സാന്തരപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, സത്യവചനത്തിന്റെ മുൻപിൽ വരണം, വിശുദ്ധന്മാരോടൊപ്പം കൂട്ടായ്മ ആചരിക്കണം, അപ്പോസ്തലിക ഉപദേശത്തിൽ വരണം, അപ്പ നുറുക്കൽ പങ്കെടുക്കണം, വിശുദ്ധിയോടും വേർപാടോടെ ജീവിച്ച് പ്രാർത്ഥിച്ച് അപ്പനാൽ നിറയണം, ക്രിസ്തുയേശുവിനെ പ്രാപിക്കണം.
പരിശുദ്ധ. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനം പാടി നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ കടന്നു പോകാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് രാജമൊഴി ശിരസ്സതിൽ ധരിച്ച് 7 പൊൻനിലവിളക്ക് നടുവിൽ വരുന്ന കർത്താവിനെ ഇന്ന് രാത്രികാലം നമുക്ക് ചേർന്ന് കരങ്ങളെ തട്ടി പാടി ബോധപ്പെടുത്താമോ? 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു രാജാമൂടി ശിരസ്സതിൽ ധരിച്ചു 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു രാജാമൂടി ശിരസ്സതിൽ ധരിച്ചു 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ദാവീദ് ഗോത്രത്തിൽ സിംഹമായോനേ, ദാവീദ് താക്കോൽ, ഓ ദാവീദ് ഗോത്രത്തിൽ സിംഹമായോനേ, ദാവീദ് താക്കോൽ കയ്യിലുള്ളവനെ, നീ തുറന്നാലത് അടയ്ക്കുവതാരെ, നീ അടച്ചാലത് തുറക്കുവതാരെ, നീ തുറന്നാലത് അടയ്ക്കുവതാരെ, നീ അടച്ചാലത് തുറക്കുവതാരെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു രാജാമൂടി ശിരസ്സതിൽ ധരിച്ചു 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു രാജാമൂടി ശിരസ്സതിൽ 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ദൂതസഞ്ചയത്തിനാരാധി ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ. ആരാധി ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ. മുടങ്ങിടുമേ സർവമുഴക്കാലുകളും എല്ലാ നാവും പാടിടുമങ്ങേ. മുടങ്ങിടുമേ സർവമുഴക്കാലുകളും എല്ലാ നാവും പാടിടുമങ്ങേ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു രാജാമൂടി ശിരസ്സതിൽ ധരിച്ചു 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു രാജാമൂടി ശിരസ്സതിൽ ധരിച്ചു 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു രാജാമൂടി ശിരസ്സതിൽ ധരിച്ചു 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. എഴുന്നള്ളി വന്നോനേ, എഴുന്നള്ളി വന്നോനേ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ സുവിശേഷ യോഗങ്ങളുടെ 2ാം രാത്രിയിലും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിപ്പാനിടയായല്ലോ. ഞങ്ങളുടെ അഭിഷക്തിയെ ഇന്ന് രാത്രിയിൽ സ്വർഗം നമ്മുടെ നടുവിൽ ഉപയോഗിച്ചു. കേട്ട വചനത്തെ അധികം ശ്രദ്ധയോടെ കരുതി ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വചനത്താൽ നാം പ്രാപിക്കേണ്ട ദൈവിക വിടുതൽ പ്രാപിപ്പാൻ സമ്പൂർണ്ണമായൊരു നിമിഷം കൂടെ ആ ദൈവപാദത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ വചനം ഇങ്ങനെ നമ്മെ പഠിപ്പിച്ചു. കർത്താവിൻ്റെ വരവ് അടുക്കൽ വാതിക്കലെത്തിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു ചോദ്യം ശേഷിക്കുന്നു: നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ കർത്താവിനെ അറിയാൻ, യേശുവിനെ ആഴമായി തിരിച്ചറിഞ്ഞ് ആ ദൈവപാദത്തിലേക്ക് വരുവാൻ ഈ രാത്രിയിൽ ഇവിടെ ഉയർന്നപ്പെട്ടതായ ദൈവവചന നിമിത്തം നമുക്കിടവരുമാറാകട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു നിമിഷം നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ രാത്രിയോളം കർത്താവിനെ യഥാർത്ഥമായി തിരിച്ചറിയാൻ കഴിയാതെ ലോകത്തിൻ്റെ പാപത്തിൻ്റെ മോഹങ്ങളിൽ വഴുതി വീഴപ്പെട്ടവരായി ജീവിതം നയിക്കുന്ന ആരെങ്കിലും, മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് അസന്മാർഗിക പാപവഴികളിലും നടന്നുകൊണ്ട് ജീവിതം പോക്കുന്ന ആരെങ്കിലും, ജീവിതത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിതം ലക്ഷ്യം തെറ്റി ഓടിപ്പോകുന്ന ഒരു വാഹനം പോലെ ജീവിതം ലക്ഷ്യം തെറ്റിപ്പോകുന്ന അനുഭവങ്ങളോടെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസിലൂടെ കേൾക്കപ്പെട്ടത് രക്ഷയ്ക്കായ ഒരേ ഒരു മാർഗം, ജീവിതത്തിൽ ആ അനുഭവങ്ങൾക്ക് നടുവിൽ നിന്ന്, തകർച്ചകൾക്ക് നടുവിൽ നിന്ന് മാറ്റം വരുവാൻ ഒരേ ഒരു നാമം, യേശുവിൻ്റെ നാമം. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്
ഇന്ന് രാത്രിയിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നല്ലോ. ഒരു നിമിഷം എല്ലാവരും ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല രാത്രി പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദാസിയിലൂടെ ഞങ്ങളോട് സംസാരിച്ച അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവെഴുത്തുകൾക്കായി ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഈ രാത്രിയിലും ഞങ്ങളോട് സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസിയെ ദൈവം അഭിഷേകം ചെയ്തു. ഈ നാളുകളിൽ അവർ ടീമംഗങ്ങളായി ചേർന്ന് ദേശങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ കർത്താവിൻ്റെ ഭാഗമായി ഈ ദേശത്തിലും കടന്നു വന്ന് ചില ദിവസങ്ങളായി ഈ ദേശത്തിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ നാമത്താൽ ഈ ദേശത്തിൽ വരേണ്ട സകല വ്യതിയാനങ്ങളും ഈ ശബ്ദപരിധിയിൽ ഈ ശബ്ദത്തെ ശ്രവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകാൻ സർവകൃപാലുവാകുന്ന ദൈവം സഹായിക്കണമേ. സമാധാനത്തിന് നിഴലായിരിക്കുന്നവർ, സമാധാനം നിരാശയോടെ തകർക്കപ്പെട്ട കുടുംബങ്ങളായിരിക്കുന്നവർ അവരുടെ തകർച്ചകളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ ഉള്ളത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് വരാനുള്ള നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങപ്പെടുവാൻ താൽക്കാലികമായ ക്ഷണികമായ ഈ ഭൂമിയിലെ വാസത്തിനപ്പുറം ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി ഒരുക്കപ്പെട്ട നിത്യഭവനത്തിനായി ഒരുങ്ങപ്പെടുവാനും കാത്തിരിക്കുവാനും ഒരു മണവാട്ടി സഭയായി മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയെ പോലെ കാത്തിരിപ്പാനും പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഏവരെയും സഹായിക്കുമാറാകണമേ. ഈ രാത്രിയിലും പാടുവാൻ നിങ്ങളുടെ മക്കളെ ദൈവം സഹായം നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതിനായി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ കാണിക്കയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, കർത്താവ് ദൈവസന്നിധിയിൽ ദൈവവേല നിമിത്തം നീട്ടിയിരിക്കുന്ന സ്തോത്ര കാഴ്ചകളെയും വഴിപാടുകളെയും ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നീട്ടിയ എല്ലാ കരങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. നീട്ടപ്പെടാൻ കഴിയാതെ ഭാരത്തോടെ ഇരിക്കുന്നവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുമ്പോൾ തൻ്റെ മക്കൾ അതിനായി നീട്ടപ്പെട്ട എല്ലാ കരങ്ങളും സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടാൻ ദൈവം കൃപ ചെയ്യും. പ്രാർത്ഥിച്ച് ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആശീർവാദം കൈക്കൊള്ളാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മോടും ഇന്ന് രാത്രിയിൽ നാം ദൈവത്തോട് അപേക്ഷിച്ച സകല കാര്യങ്ങളോടും വിശേഷാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ആവശ്യമായ ആത്മീക ആലോചന നൽകുന്ന കർത്താവിന്റെ ദാസിയോടും തന്റെ പ്രവർത്തനങ്ങളോടും കുടുംബങ്ങളോടും വിശേഷിച്ച് ഈ രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന സകല ദൈവജനത്തോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ഇത്രത്തോളം ചെയ്യുന്ന കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. സമാധാനത്തോടെ പോകാം. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വൈകുന്നേരവും കൃത്യം 6 മണിക്ക് നമ്മുടെ ആരാധനകൾ ആരംഭിക്കും. പ്രാർത്ഥനയോടെ ഉത്സാഹത്തോടെ കടന്നു വരിക. നാളെ സമാപന മീറ്റിംഗ് ആണ്. നിങ്ങൾ കടന്നു വരികയും നിങ്ങളാലാവോളം മറ്റുള്ളവരെ ഈ മീറ്റിങ്ങിനായി ക്ഷണിച്ചു കൊണ്ടുവരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയും ചെയ്യുക. കർത്താവിൽ സഹായിക്കുമാറാകട്ടെ.